ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, അന്നിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ എൻ്റെ വലിയൊരു സന്തോഷവും നന്ദിയും പ്രത്യേകിച്ച് ഈ സഭയുടെ ഈ കൺവെൻഷൻ്റെ ചുമതലക്കാരെ അറിയിക്കട്ടെ. നിങ്ങൾക്കൊരു പക്ഷേ എന്നെ കണ്ടപ്പം ഒരു നിരാശ തോന്നിക്കാണാം. എത്രയോ സഭകളിൽ പ്രഗത്ഭരായിട്ടുള്ള എത്രയോ വൈദികരുള്ളപ്പം ശബ്ദത്തിന് വലിയ ഗാംഭീര്യമോ കാഴ്ചയ്ക്ക് വലിയ എടുപ്പമൊന്നുമില്ലാത്ത ഒരച്ഛനെ ഈ അവസാന ദിവസത്തേക്ക് വിളിച്ചത് എന്താണെന്ന് നിശ്ചയമായിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചുവെന്ന് പലരുടെയും മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ അതൊരു പക്ഷേ ദൈവപദ്ധതിയായിരിക്കാം. ഞാനും ഒരല്പം പ്രതിസന്ധിയിലാണ്. എൻ്റെ ഒരു വിരൽ ഒടിഞ്ഞിരിക്കുക. പക്ഷേ എങ്കിലും എനിക്കിതൊരു വലിയ ഒരു അവസരമായി. എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി വൈദിക സെമിനാരി പഠിച്ച ആളാണ് ഈ കൺവെൻഷൻ്റെ കൺവീനർ അച്ഛൻ. അച്ഛൻ്റെ ആ സ്നേഹത്തിന് പ്രത്യേകമായി നന്ദി ആദ്യമേ തന്നെ അറിയിക്കുക. ഒരിക്കലൊരു മെത്രാച്ചന് ഹാർട്ടിനൊരു പ്രശ്നം വന്നു. കൽദായ തിരുമേനിയുടെ അല്ല, ഞങ്ങളുടെ സഭയിലെ. മെത്രാച്ചനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, തിരുമേനി രക്ഷപ്പെടണമെങ്കിൽ ഹൃദയം മാറ്റിവെക്കണം. ഇതറിഞ്ഞ് ഭദ്രാസനത്തിലെ വിശ്വാസികളെല്ലാം കൂടെ ആശുപത്രിയുടെ താഴെ ഓടി വന്നു. വിശ്വാസികളെല്ലാം തിരുമേനിയുടെ ആരോഗ്യവിവരം തിരക്കി. സഹോദരൻ മെത്രാപ്പൊലീത്ത ബാൽക്കണിയിൽ വന്നിട്ട് പറഞ്ഞു, പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ തിരുമേനി അപകടത്തിലാണ്. തിരുമേനി രക്ഷപ്പെടണമെങ്കിൽ ഹൃദയം മാറ്റിവെക്കണം. താഴെ നിന്ന് വിശ്വാസികളെല്ലാം ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ, ഞങ്ങളുടെ തിരുമേനിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഹൃദയം തരാം. അപ്പോൾ മേളിരുന്ന് തിരുമേനി പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ബഹളം വെച്ചാൽ നടക്കത്തില്ല, ഒരു ഹൃദയം മതി. അപ്പോഴും വിശ്വാസികൾ ഉറക്ക കൈവൊക്കി നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഹൃദയം തരാം. ഇങ്ങനെ ആരവാരം ഹേതുവായി ഇതിനൊരു ഉത്തരം കിട്ടത്തില്ലെന്ന് കണ്ടപ്പം മുകളിൽ നിന്ന് ബുദ്ധിമാനായ തിരുമേനി പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, മുകളിൽ നിന്ന് ഒരു തൂവൽ താഴേക്കിടാം. ആ തൂവല് ആരുടെ ശരീരത്താണോ സ്പർശിക്കുന്നത് അവരുടെ ഹൃദയം നമ്മുടെ തിരുമേനിക്ക് വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. മെത്രാച്ചൻ മോളിൽ നിന്ന് തൂവലിട്ടു, പക്ഷെ ആരുടെയും ശരീരത്ത് ആ തൂവല് സ്പർശിച്ചില്ല. കാരണം സ്വന്തം ശരീരത്തേക്ക് അടുക്കുമ്പം എല്ലാവരും ഊതി മേപ്പോട്ട് വിട്ടു. പലപ്പോഴും ഈ നോമ്പ് സമയങ്ങളിൽ അതേത് സഭകളുമായിക്കൊള്ളട്ടെ, ഏത് മതവിശ്വാസികളുമായിക്കൊള്ളട്ടെ, പ്രഭാഷണങ്ങളിൽ സംബന്ധിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ ഗുണപരമായൊരു മാറ്റം സാധ്യമാക്കുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. കേൾക്കുന്ന മാത്രയിലെ ഒരാവേശത്തിനപ്പുറം ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സിന് ഉതകുന്ന രീതിയിൽ ഗുണപരമായൊരു മാറ്റം പ്രസംഗിക്കുന്ന നമുക്കും കേൾക്കുന്ന ഈ ജനത്തിനും ഉണ്ടാകുന്നു എന്നുള്ള വിചിന്തനം വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളും അതിൻ്റെ ജീർണതയിലൂടെ പോകുന്നൊരു കാലമാണ്. നമ്മൾ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുക. മെത്രാപ്പോലിത്തന്മാരുടെ രീതികൾ ശരിയല്ല, വൈദികരുടെ സ്വഭാവശീലങ്ങൾ ശരിയല്ല. വൈദികരും മെത്രാപ്പോലിത്തന്മാരും പറയും വിശ്വാസികളാരും ശരിയല്ല. അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുന്ന നമുക്ക് മറ്റുള്ളവരെ ശരിപ്പെടുത്താനുള്ള ഒരു ഉപാധിയല്ല ഇത്, മറിച്ച് എൻ്റെ കണ്ണ് എൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്ന കലയാണ് എൻ്റെ ധ്യാനം. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ അവസാന സന്ധ്യയിൽ കൊതുക് പോലിരിക്കുന്ന അച്ഛൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഇന്ന് സന്ധ്യയിൽ പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഒരു വലിയ അനുഭവം കഴിഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം നമ്മുടെ ജീവിതത്തിന് എന്ത് മാറ്റമാണ്, ഗുണപരമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, അതിനുവേണ്ടി എന്ത് പരിശ്രമമാണ് നടത്തേണ്ടത് എന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചുമതലയായിരുന്നു ഒരിക്കൽ. എന്നെ ആ കോളേജിലോട്ട് നിയമിച്ചപ്പം പരിശുദ്ധ ബാവാ തിരുമേനിസ് കൽപ്പന തന്നപ്പം ഞാൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്ത് കണ്ടിട്ടാണ് എന്നെ അയക്കുന്നത്? ജിമ്മിൽ പോകുന്ന 6 അടി 7 അടി പൊക്കമുള്ള നല്ല ഒത്ത പിള്ളേരെ നോക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഞാൻ പോയിട്ട് എന്തോ ചെയ്യാനാണ് തിരുമേനി? അപ്പം ഞാൻ കിഡ്നി ഡൊണേറ്റ് ചെയ്തൊരച്ഛനാണ്. അപ്പം അതുകൊണ്ട് ബാവ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ചിലപ്പം പിള്ളേരച്ഛനെ കൈവെക്കത്തില്ലായിരിക്കും, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിലേക്ക് ചെന്നു.
കോളേജിൽ ചെന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അവരുടെ ഹോസ്റ്റലിലേക്ക് പ്രവേശിച്ചു. ഓരോരുത്തരുടെ മുറിയിൽ ചെന്ന് ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെട്ട് അവരുടെ മാതാപിതാക്കന്മാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഏറ്റവും അവസാനം വളരെ ബുദ്ധിപൂർവ്വം ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കും, ദൈവവിശ്വാസിയാണോ? ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ കമ്മ്യൂണിറ്റി കോട്ടായിൽ പ്രവേശിച്ച വലിയൊരു പള്ളിക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങേരെ ഒട്ടും വിശ്വാസമില്ല. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ സ്വന്തം സഭയിലെ അംഗമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് അങ്ങേരെ ഒട്ടും വിശ്വാസമല്ല. എനിക്ക് യാതൊരു അതിശയോക്തിയും അതിനകത്ത് തോന്നിയില്ല. ഞാൻ ഒരിക്കൽ പോലും അവനെ ദേവാലയത്തിൽ വരാത്തതിന് ഫൈനടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ പോരുന്നതിന് മുമ്പ് അവൻ ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന പങ്കെടുത്തു. പക്ഷെ ഒരിക്കൽ അവൻ എന്നോട് സംസാരിച്ചപ്പം അവൻ്റെ വാചകത്തിൽ ചില സത്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, അച്ഛാ, ലോകരാജ്യങ്ങളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ കുറവുള്ള രാജ്യം, രേഖപ്പെടുത്തിയിരിക്കുന്ന രാജ്യം ഫിൻലൻഡാണ്. അവിടെ പലപ്പോഴും ജയിലുകൾ പൂട്ടപ്പെട്ടു പോവുകയാണ്. അതിനൊരു കാരണം അദ്ദേഹം പറയുന്നത്, അവിടെ എന്തില്ല? മതമില്ല, ദൈവവിശ്വാസികൾ ഇല്ല. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ പറഞ്ഞു, എല്ലാ മതങ്ങളും സജീവമായിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ത്? ഇന്ത്യ. എന്നാൽ മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യവും ഇന്ത്യ. ഇതൊരു വലിയ ചോദ്യമാണ്. യുവജനങ്ങൾ നമ്മളോട് ചോദിക്കുന്ന, പള്ളിയിൽ പോകുന്ന, ആരാധനയിൽ സംബന്ധിക്കുന്ന, നോമ്പെടുക്കുന്ന, ഉപവസിക്കുന്ന, എല്ലാ കൺവെൻഷനുകളിൽ സംബന്ധിക്കുന്ന, പ്രസംഗിക്കുന്ന നമുക്ക് എന്താണ് ജീവിതം കൊണ്ടൊരു മറുപടി ഇതിന് പറയാനുള്ളത്? അതിന് നമ്മുടെ ജീവിതത്തെ തിരുത്തേണ്ടുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരാളുടെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുവാനോ മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുവാനോ അല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉപാധികൾ ഞാൻ എടുക്കണമെന്ന ചിന്തയാണ്. ഇന്ന് രാത്രിയിൽ 3 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. അവസാന ദിവസമായതുകൊണ്ട് മറ്റ് ചില കാര്യങ്ങളുമൊക്കെ ഇതിനോട് ചേർത്ത് പറയേണ്ടതുള്ളതുകൊണ്ട് സമയം ദൈർഘിച്ചു പോകരുതല്ലോ. ഇന്നതുകൊണ്ട് ആമുഖമായിട്ടെടുത്തത് അപ്പോസ്തലൻ്റെ വാക്യമാണ്. ടെസ്റ്റ് എവറിത്തിങ്, ഹോൾഡ് ഫാസ്റ്റ് വാട്ട് ഈസ് ഗുഡ്. സകലവും ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷത്തെയും വിട്ടകലണം. ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങളെ, പരമപ്രധാനമായ, അത് സുവിശേഷത്തിൽ അടിസ്ഥാനമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന, ഉപേക്ഷിക്കേണ്ടുന്ന 3 കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യത്തേത്, അവോയ്ഡ് ദ മെൻറ്റാലിറ്റി ഓഫ് പ്രിഡോമിനൻസ് ഓവർ അതേഴ്സ്. മേലധികാരത്തിൻ്റെ ചെങ്കോലിനെ നീക്കിക്കളയണം. അവോയ്ഡ് ദ മെൻറ്റാലിറ്റി ഓഫ് പ്രിഡോമിനൻസ് ഓവർ അതേഴ്സ്. നമ്മൾ പറയാറുണ്ട്, പണ്ട് കാലഘട്ടത്തെ വിഭജിച്ചത് BC AD എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ്. കോവിഡ് വന്നപ്പം പലരും പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് വലിയ സന്തോഷമുണ്ടായ കാലമാണ് കോവിഡ്. കാരണം എല്ലാ സഭകളും എല്ലാ പള്ളിയിലെ അച്ഛന്മാരും പറഞ്ഞു, നിങ്ങളാരും ഇനി പള്ളിയിലോട്ട്, അത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു വിശ്വാസികൾ. പിന്നെ ഇത്രയും നാളായിട്ട് പിന്നെ പള്ളി വരാത്ത ആളുകളും നമുക്കുണ്ട്. പോകട്ടെ, കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞു മനുഷ്യർ കുറേയൊക്കെ ജീവിക്കാൻ പഠിച്ചു. എന്നാൽ ഞാൻ പറയും, കോവിഡിൻ്റെ സമയത്ത് വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി. ഇപ്പം ചക്കയുടെ കാലമാണ്, അല്ലേ? എല്ലായിടത്തുമൊക്കെ ചക്ക കായ്ക്കുകയും ചക്ക പുഴുങ്ങി തിന്നുകയും ചെയ്യുന്ന കാലമാണ്. ചക്കയെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഫ്രൂട്ടാണ്. ഒരിക്കലും ഒരു ചക്ക ഒരുത്തന് ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ പറ്റത്തില്ല. തിന്നാൻ പിറ്റേ ദിവസം അവൻ കാണുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു ചക്ക കിട്ടിയാൽ സ്ത്രീകൾ എന്തോ, എൻ്റെ അമ്മയൊക്കെ എങ്ങനെയായിരുന്നു, അടുത്തുള്ള 2-3 സ്ത്രീകളെ കൂടെ വിളിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നത് അരിയും, എന്നിട്ട് എന്ത് ചെയ്യും, അത് വിഭാഗിച്ചെടുക്കും. പക്ഷെ കോവിഡ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരു ചക്ക കൊണ്ട് 1 വർഷം വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. ഫ്രീസർ ഉണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രം കരുതി വെക്കാം. ഇതൊരു വളരെ ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കാവുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായി, അവനവനിലേക്ക് തന്നെ ചുരുങ്ങി. പിന്നീട് അവൻ എടുത്ത ഏറ്റവും വലിയ നിലപാട്, മറ്റുള്ളവരെ, നമ്മുടെ ബന്ധങ്ങളെ നേടാൻ എടുത്ത ഏറ്റവും വലിയ ഉപാധി അവരുടെ മേലൊരു അധീശത്വം പുലർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരെ താഴ്മ കൊണ്ട് നേടാനല്ല, സ്നേഹം കൊണ്ട് നേടാനല്ല, മറിച്ച് നമ്മുടെ അധികാരം കൊണ്ട് നേടാനാണ്. അതിൽ പ്രധാനികൾ ഞങ്ങൾ വൈദികരാണെന്ന് തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാം. ഞാനിപ്പം ചുമതലയിരിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് എനിക്ക് കൽപ്പന തന്നപ്പം എൻ്റെ മുൻഗാമി അച്ഛനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ കുഴപ്പമൊന്നുമില്ല, പൊക്കോ. പക്ഷെ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്,
അവനെപ്പോഴാണ് അവൻ്റെ മൂഡ് ചേഞ്ച് ഉണ്ടാകുന്നത് പറയാൻ പറ്റത്തില്ല. ഒരു ദിവസം അവനോട് എന്തോ പറഞ്ഞപ്പോൾ അവനൊരു അനിഷ്ടം തോന്നി. ഒരു വാക്കത്തി എടുത്തുകൊണ്ട് എന്നെ പള്ളിക്ക് ചുറ്റുവിട്ട് ഓടിച്ചെന്ന് പറഞ്ഞു. എൻ്റെ കാല് കിലുക്കില വിറയ്ക്കാൻ തുടങ്ങി. ഇവനെയാണ് ഞാൻ നേരിടേണ്ടത്. ഞാൻ ആ പള്ളിയിലേക്ക് ചുമതലയെടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു തിരുമേനി, അവനെ ഒന്ന് മാറ്റിത്തരണം, കാരണം അവനോട് മല്ലിടാൻ എനിക്ക് സാധ്യമല്ല. തിരുമേനി പറഞ്ഞു, അച്ഛാ അവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്, കാരണം അവന് പോകാൻ മറ്റൊരിടമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അച്ഛൻ അവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ദൈവത്തെ കാലെ പിടിച്ചിറക്കി അരമനയിൽ ചെന്ന് ചാർജ് എടുത്തു. ചെന്ന് അന്ന് തൊട്ട് ഞാൻ അവൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയതാണ്. അവനെ ഭീഷണിപ്പെടുത്തുകയും എൻ്റെ അധികാരം, ആരോഗ്യം കൊണ്ട് നടക്കത്തില്ലാത്തത് കൊണ്ട് എൻ്റെ അധികാരം മുഴുവൻ എടുത്ത് അന്നോട്ട് ഞാൻ അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ ഈ നോമ്പിൻ്റെ സമയത്ത് എൻ്റെ കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ പാപം എൻ്റെ ഈ അതീശത്വ ബോധമാണ്. ഒരിക്കലും ഞാൻ ആ സ്ഥാപനത്തിൻ്റെ മാനേജറായതുകൊണ്ടോ കർത്തൂപ്പായ എൻ്റെ ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ടോ ഞാനൊരു വൈദികനായതുകൊണ്ടോ അല്ല അവൻ എന്നോട് മറുത്ത് പറയാത്തത്. അവന് പോകാൻ മറ്റൊരിടമില്ലാത്തത് കൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആശ്രയം വെക്കാൻ മറ്റൊരിടമില്ലാത്ത ബലഹീനത കൊണ്ടാണ്. അവൻ്റെ ബലഹീനതയുടെ മേലിലാണ് ഞാൻ ആനന്ദിച്ചത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാപമായി ഞാൻ കണക്കാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവോയ്ഡ് ദ മെൻറ്റാലിറ്റി ഓഫ് പ്രിഡോമിനൻസ് ഓവർ അതേഴ്സ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്ഥാനങ്ങളിലിരിക്കുമ്പം, നമ്മുടെ ചുമതലകളിലിരിക്കുമ്പം എന്തിനേറെ പറയുന്നു, അച്ഛന്മാരെ പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്കൊക്കെ നന്നായി സുഖിച്ച് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങൾ നെകളിക്കേണ്ട, നിങ്ങളെ താഴോട്ട് ഞാൻ ഇറക്കാം. ഇവിടെ കൂടുതൽ സ്ത്രീകളിരിപ്പില്ലേ? അമ്മമാർ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ നിമിഷം ഒരമ്മയാകുന്നതാ അല്ലേ? അമ്മമാർ മക്കളെ അടിമപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ശരമുണ്ട്. എന്താ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും, ഒന്നും രണ്ടും അല്ലടാ, എത്രയാ? ഞാൻ പെണ്ണ് കെട്ടാത്ത ഒരച്ഛൻ, അതുകൊണ്ട് എനിക്ക് കൃത്യം കണക്കറിയത്തില്ല. 9.5 പോട്ടെ 10. ഒന്നും രണ്ടും അല്ല, 10 മാസം ഞാൻ നിന്നെ ചുമന്ന് പ്രസവിച്ചതാ. ഒരിക്കലൊരു മകൻ അമ്മയ്ക്ക് കൊണ്ടുവന്നൊരു 5 പവൻ്റെ മാല കൊടുത്തു. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അമ്മ മകനെ വട്ടം കെട്ടിപ്പിടിച്ച് തലങ്ങും വിലങ്ങും ഉമ്മ കൊടുക്കുന്നത് നോക്കി ജനലിൽ കൂടെ അപ്പം നോക്കുന്നത് കണ്ടു. അമ്മ മകൻ്റെ ചെവി പറഞ്ഞു, ഈ അമ്മമാർക്ക് വേറൊരു കുഴപ്പം കൂടിയുണ്ട്, മക്കളുടെ അനുഗ്രഹം അമ്മമാരിലൂടെ അപ്പനിലേക്ക് എത്താവുള്ളൂ. അപ്പോൾ അമ്മ മകൻ്റെ ചെവി പറഞ്ഞു, എടാ മോനെ, നീ എനിക്ക് 5 പവൻ്റെ മാല തന്നതല്ലേ, 1 പവൻ്റെ ഒരു അരിഞ്ഞാണ് വില നിൻ്റെ അപ്പന് മേടിച്ചു കൊടുക്കുക. അപ്പം മകൻ അമ്മയോട് പറഞ്ഞു, അതിന് അപ്പൻ അമ്മയെപ്പോലെ 10 മാസം ചുമന്നതിൻ്റെ കണക്ക് പറയാറ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവരെ നേടാൻ ശ്രമിക്കുന്നത്, ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ലേ? പിതാക്കന്മാർ മക്കളെയൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ പറയും, അവർ 2 ദിവസം ജോലിയില്ലാതെ വീട്ടിലിരുന്നാൽ പറയും 3 എന്ന് പറയും. 1 2 അല്ല, 10-12 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. ഇങ്ങനെ നേടുന്ന ബന്ധങ്ങൾ കൊണ്ട് എന്ത് സാങ്കത്യമാണുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ? അതുകൊണ്ടാണ് പറയുന്നത്, മറ്റൊരു മാതൃക ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാതൃകയെ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. വായിച്ചു വരുമ്പം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്നാൽ മാബുവിലെ പീലക്സീനോസ് അത് വിവർത്തനം ചെയ്തപ്പം അദ്ദേഹം ഹൃദയശുദ്ധിയുള്ളവർ നല്ല എഴുതിയത്. അവർ പറഞ്ഞു, താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ഹാസാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പം എനിക്കറിയത്തില്ല ഇവിടെ കാലുകഴുകൽ ശുശ്രൂഷയുണ്ടോ എന്ന്. ഞങ്ങളുടെ സഭയിൽ പിതാക്കന്മാരാണ് ആ കാര്യങ്ങൾ നിർവഹിക്കാറ്. ക്രിസ്തു കാണിച്ച ഏറ്റവും ഉദാത്തമായ മാതൃക അതാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവർ പുറത്ത് പറഞ്ഞതല്ല, പ്രകടിപ്പിച്ചതല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും അവർ ചിന്തിച്ചു, 12 പേരിൽ ആദ്യം ശുഭഹോ പറയേണ്ടത് ആരാ? 12 പേരിൽ സീനിയർ ആരാ? 12 പേരിൽ പ്രഥമസ്ഥാനീയൻ ആരാ? ഈ ചിന്ത അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവരുടെ അന്തർഗതം അറിഞ്ഞിട്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ മുൻപാകെ മുട്ടുകുത്തി അവരുടെ കാലുകളെ കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ദൈവമനുഷ്യരുടെ പ്രത്യേകത ഇതാകണം. എങ്ങനെയാണ് നമ്മൾ ബന്ധങ്ങളെ നേടേണ്ടുന്നത്? ബന്ധങ്ങളെ നേടേണ്ടുന്നത് നിർവ്യാജമായൊരു സ്നേഹം കൊണ്ടായിരിക്കണം. പലപ്പോഴും നമുക്കത് കഴിയാതെ പോകും. നമുക്ക് ബന്ധങ്ങളിൽ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ചില ലാഭേച്ഛകൾ പ്രതീക്ഷിക്കാറുണ്ട്. പ്രതിഫലേച്ഛയോടുകൂടിയാണ് നമ്മൾ സ്നേഹിക്കാറ്. അതിനൊരു മാറ്റം നിശ്ചയമായിട്ടും നോമ്പിലുണ്ടാകണം. അതുകൊണ്ടാണ് നോമ്പിൽ പലതിനെയും നമ്മൾ ഉപേക്ഷിക്കും. എല്ലാവരും പറയും, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി പിന്നെ മേടിച്ചിട്ടില്ല,
മീൻകാരൻ ഞങ്ങളുടെ വഴിക്കൂടെ വന്നിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലെ പെടക്കോഴി മുട്ട പോലും ഇട്ടിട്ടില്ല അച്ഛാ. പക്ഷെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? സ്നേഹമില്ലാതെ, സ്നേഹം പ്രകടമാക്കാൻ കഴിയാതെയുള്ള നിങ്ങളുടെ ഉപേക്ഷണം കൊണ്ട് അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം ഈ നോമ്പിൽ നമുക്ക് ചിന്തിക്കണം, ഞാൻ എൻ്റെ ബന്ധങ്ങളെ എങ്ങനെ നേടും? വൈദികൻ എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, സഹോദരങ്ങൾ എന്ന നിലയിൽ പോകട്ടെ, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ചുമതലകളിൽ എങ്ങനെയാണ് നമ്മൾ നേടുന്നത്? ഇതൊരു വലിയ ചിന്തയായിരിക്കണം. പഴയ നിയമത്തിലെ യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. അവൻ്റെ ജീവിതത്തിൽ ആദ്യോടന്തം അവൻ പ്രയോഗിച്ചതൊക്കെയും തന്ത്രമാണ്, അല്ലേ? ഇന്ന് മനുഷ്യർക്കൊക്കെ വക്രബുദ്ധി കൂടുതലാണ്. സാമാന്യ ബുദ്ധിയല്ല, വക്രബുദ്ധി. ഇന്ന് അതുകൊണ്ട് പറയാറുണ്ട്, വിദ്യാഭ്യാസമല്ല വിദ്യ എന്ന അഭ്യാസമാണെന്ന് പറയും. യാക്കോബ് എന്താ ചെയ്തത്? നമുക്ക് വളരെ സുപരിചിതനാണ് യാക്കോബ്. എത്രയോ പ്രസംഗം യാക്കോബിനെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. യാക്കോബ് ജനിച്ച നാൾ മുതൽ അമ്മയുടെ ഒരു ട്രെയിനിങ് ഉണ്ട്. കാരണം രണ്ടു പേർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് മക്കളെക്കുറിച്ച്. യാക്കോബിനോട് ഒരല്പം പ്രതിപത്തി കൂടുതലുള്ള അമ്മ അവനോട് പറഞ്ഞു, നീ അപ്പൻ്റെ അടുക്ക് പോയി അപ്പൻ്റെ അന്ധതയെ കബളിപ്പിക്കണം. അപ്പൻ്റെ അന്ധതയെ കബളിപ്പിച്ച് അനുഗ്രഹം നേടാനുള്ള ഉപായം അമ്മ തന്നെ യാക്കോബിന് പറഞ്ഞു കൊടുത്തോ? ഏശാവ് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കാൻ പോയപ്പം അമ്മ ഈസ്റ്റേൺ കറി പൗഡർ ഇട്ട് നല്ല ഒന്നാന്തരം ഇറച്ചിക്കറി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതും കൊണ്ട് പൊക്കോ, ചുമ്മാ പോകരുത്, ഒരു ഫാൻസി ഡ്രസ്സും കൂടെ വേണം. അപ്പൻ തപ്പി നോക്കുമ്പം നീ ഏശാവാണെന്ന് തിരിച്ചറിയേണ്ടതിന് ചില ഒരുക്കങ്ങളും കൂടി ആവശ്യമാണ്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ആ അമ്മ എത്ര വക്രതയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ഉപദേശിച്ചു കൊടുത്ത മാർഗം അതേപോലെ യാക്കോബ് പ്രയോഗിച്ചു. തന്ത്രം കൊണ്ട് അപ്പൻ്റെ അടുക്ക് ചെന്നിട്ട് കറി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ ഏശാവാ, എന്നെ അനുഗ്രഹിച്ചാലും. അപ്പൻ്റെ അന്ധതയെ കബളിപ്പിച്ച് അനുഗ്രഹം മേടിച്ച് യാക്കോബ് പക്ഷെ തിരിച്ചറിയുന്നുണ്ട്, കബളിപ്പിച്ച് നേടുന്നതിനൊക്കെ എന്തുണ്ട്? ഒരു നാൾ ഉത്തരം പറയണോ? തൃശ്ശൂരുകാർ പറയുമോ എന്നറിയത്തില്ല. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, കൊടുത്താൽ തൃശ്ശൂർ കിട്ടുന്ന രീതി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ? ആ പഴഞ്ചൊല്ല ഏറ്റവും കൃത്യമായി കണ്ട ഒരു ഭേദഭാഗം ഞാൻ വിചാരിക്കുന്നത് യാക്കോബിൻ്റെ ചരിത്രത്തിലാണോ? ഓടിപ്പോയ യാക്കോബ് ചെന്നത് അമ്മാവൻ്റെ വീട്ടിലാണ്. അമ്മാവന് കാണാൻ മെനയുള്ള 2 പെൺപിള്ളേർ, പക്ഷേ ഇളയവളായിരുന്നു കുറച്ചും കൂടെ ബ്യൂട്ടി. അതുകൊണ്ട് യാക്കോബ് കണ്ണുവെച്ചത് രണ്ടാമത്തവളിലാണ്. അമ്മാച്ചൻ ഇവനെ വിറ്റ കാശ് പോക്കറ്റ് ഇട്ട അമ്മാച്ചനാ. അതുകൊണ്ട് എന്തോ ചെയ്തു? ഇവനെ കൊണ്ട് ഈ പെൺകുട്ടിയെ കാണിച്ച് ചെയ്യാവുന്ന ജോലിയൊക്കെ ചെയ്തു. ഇവൻ ചെയ്യാവുന്നത് പോലെയെല്ലാം ആത്മാർത്ഥമായി ചെയ്തു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി യാക്കോബ് കയറി ചെന്നോ? അപ്പനെ ആട്ടിരോമം കൊണ്ട് കൈപൊതിഞ്ഞ് കബളിപ്പിച്ച യാക്കോബ് ചമ്മിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, തന്ത്രം കൊണ്ട് നേടുന്നതിന് ദൈവം പകരം ചോദിക്കും. ദൈവം ചിരിച്ച രംഗമാണെന്ന് ഞാൻ വിചാരിക്കും. യാക്കോബ് തൻ്റെ ജീവിതത്തിലെ അമളിയെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആഗ്രഹിച്ച സ്ത്രീയെ കിട്ടാതെ വീണ്ടും കുറേ വർഷങ്ങൾ കൂടെ ആടുകൾക്ക് വേണ്ടി വീണ്ടും വർഷങ്ങൾ പരിശ്രമിച്ചിട്ട് ദൈവം കൊടുത്ത പരിശ്രമങ്ങളുടെയും ദൈവം കൊടുത്ത പരിശീലനത്തിൻ്റെ ഒടുവിൽ യാക്കോബ് തിരിച്ചറിയുന്നുണ്ട്, തന്ത്രം കൊണ്ട് നേടുന്നതൊന്നും ബന്ധങ്ങളെ സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. പറ്റുമോ? ഇന്ന് സഭകൾക്കൊക്കെ പറ്റും. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. സഭകൾക്കൊക്കെ പറ്റിപ്പോയൊരു കുഴപ്പം, അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, അല്ലേ? ഇന്ന് ബിഷപ്പുമാരെ കുറിച്ചൊക്കെ ഇതുപോലെ പരാതികൾ വരാൻ കാരണം അവർ സ്പിരിച്വൽ ഫാദേഴ്സിനേക്കാൾ ഉപരിയായി കോളേജിൻ്റെ മാനേജർമാരായിപ്പോയി. ഇന്ന് വൈദികരെക്കുറിച്ച് കൂടുതൽ പ്രതിസന്ധികളുണ്ടായത് അവർ ആത്മീയ പിതാക്കന്മാർ എന്നതിനേക്കാൾ ഉപരിയായി അവർ കൗൺസിലേഴ്സായിപ്പോയി. നമ്മൾ ആത്യന്തികമായി ആരാണെന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാ സഭകൾക്കും വന്നു പോയ വീഴ്ചയല്ലേ? അവിടെ യാക്കോബ് പരിപാകതയുള്ളവനായി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യാക്കോബ് തൻ്റെ ഭാര്യമാരും മക്കളും അതോടൊപ്പം അവൻ സമ്പാദിച്ച സർവ്വസമ്പാദ്യങ്ങളും സമ്മാനങ്ങളുമായി ചെയ്തു പോയൊരു തെറ്റ് തിരുത്താൻ ഒരു യാത്ര നടത്തുന്നുണ്ട്, ഇല്ലേ? ഏത് പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, യാക്കോബിൻ്റെ ഉള്ളിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. കാരണം താൻ നേരിടാൻ പോകുന്ന ജ്യേഷ്ഠൻ എങ്ങനെ പ്രതികരിക്കും? അതുകൊണ്ടാണ് വായിക്കുന്നത്, യാക്കോബ് തൻ്റെ ഭാര്യയെയും മക്കളെയും തനിക്കുള്ളതൊക്കെയും സമ്മാനങ്ങളെയും ആദ്യം കടത്തിവിട്ടു. യാക്കോബ് തനിയെ രാത്രി ശേഷിച്ചു. പക്ഷേ ദൈവത്തോട് മല്ലിട്ട് യാക്കോബ് പിന്നീട് ജ്യേഷ്ഠനെ അഭിമുഖീകരിക്കുന്ന രംഗം വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് വായിച്ചാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും, ഇല്ലേ? വഞ്ചിച്ച് കളഞ്ഞ ജ്യേഷ്ഠൻ
തന്നോട് പ്രതികാരം ചെയ്യുമോ എന്നുള്ള ഭയത്തോടു കൂടി യാക്കോബ് ചെല്ലുമ്പം അനുജനെ കണ്ട സ്നേഹനിധിയായ ജ്യേഷ്ഠൻ ഒരു കാറ്റ് പിടിച്ചതുപോലെ പറന്നു വരികയാണ്. പറന്നോടി വന്ന് യാക്കോബിൻ്റെ കഴുത്തെ വട്ടം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇവിടെ യാക്കോബ് പറയുന്ന വാചകം ഇങ്ങനെയാണ്: നിന്റെ മുഖം ദൈവത്തെ പോലെ ഇരിക്കുന്നു. നമുക്ക് കഴിയാറുണ്ടോ? നമുക്ക് നന്മ ചെയ്തവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് തിന്മ ചെയ്തവരോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ നേടിയിട്ടുള്ളത്? ജീവിത ബന്ധങ്ങളെ ഒരിക്കലും, അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ടാകുമ്പം എല്ലാവരും ഉപദേശിക്കും, കുടുംബജീവിതം എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. കല്യാണം കഴിക്കാത്ത അച്ഛൻ ഇതെങ്ങനെ നല്ലപോലെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ, കഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നിങ്ങളുടെ തിരുമേനി ഇവിടെ ഇരിപ്പുണ്ട്, തിരുമേനി പറയുക, നിങ്ങൾ ജീവിച്ചു മടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാൻ ഒരു അവസരം തരാമെന്ന് പറഞ്ഞാൽ ഒരു 5 അപേക്ഷയിലൂടെ വരും. തിരുമേനി ഏതായാലും ചെയ്യത്തില്ല. പലരും സന്തോഷം കൊണ്ടങ്ങ് ചിരിക്കുന്നു, അയ്യോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന്. ഇപ്പം ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ ശ്രമിക്കും. കാരണം എന്താ? അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മടുത്തു. കുടുംബജീവിതം അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ജീവിതമല്ല. ക്രിസ്ത്യവിശ്വാസികൾ ചിന്തിക്കണം, കുടുംബജീവിതം സാക്രിഫൈസാ, ത്യാഗം ചെയ്യുന്നതിൻ്റെ നേട്ടമാണ് ജീവിതം. ഈ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത നേടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിർവ്യാജമായൊരു സ്നേഹം നമ്മിൽ നിന്നുണ്ടാകുമ്പോഴാണ്. അതൊരിക്കലും അടിച്ചേൽപ്പിക്കുന്നിടത്തല്ല, അടിച്ചമർത്തുന്നിടത്തല്ല, മറിച്ച് നിർവ്യാജമായൊരു സ്നേഹം ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതായിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത്. അതുകൊണ്ടാണ് കുടുംബത്തിൽ കലഹം ഉണ്ടാകുമ്പോൾ ചില ഭാര്യമാർ പറയും, തന്നെ കെട്ടി നേരത്തെ ആ ബേക്കറിക്കാരനെ കെട്ടിയിരുന്നെങ്കിൽ 10 ജിലേബിയെങ്കിലും തിന്നുകൊണ്ടിരിക്കായിരുന്നു. പോയോ? ഇത്രയും നാൾ ജീവിച്ച ജീവിതം പോയോ? അവിടെ ഒരു മാറ്റം നമുക്കുണ്ടാകണം. നമ്മൾ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളവർക്ക് ഒരുപാട് ബലഹീനത കാണും. പക്ഷെ നമ്മുടെ സ്നേഹം കൊണ്ട് അവരുടെ ബലഹീനതകളെ മറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ ബലഹീനതകളെ മറ്റുള്ളവർ മുമ്പാകെ ഉയർത്തിക്കാട്ടുകയല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് അവരുടെ ബലഹീനതയെ മറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ നോമ്പിൽ ആദ്യം ഉപേക്ഷിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവോയ്ഡ് ദ മെൻറ്റാലിറ്റി ഓഫ് പ്രിഡോമിനൻസ് ഓവർ അതേഴ്സ്. മറ്റുള്ളവരുടെ മേലുള്ള അധീശത്വ ഭാവം, മേലധികാരത്തിൻ്റെ ചെങ്കോലിനെ നീക്കണം. 2, അവോയ്ഡ് ഫൈറ്റ് ഫോർ പേഴ്സണൽ റൈറ്റ്സ്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കണം. അവോയ്ഡ് ഫൈറ്റ് ഫോർ പേഴ്സണൽ റൈറ്റ്സ്. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഉയർത്തിപ്പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിലൊട്ടും മാറ്റമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ വൈദികർ. പലപ്പോഴും ഒരച്ഛനൊരു പള്ളി വന്നു കഴിയുമ്പം മൊത്തത്തിലൊന്ന് നോക്കും. ഒന്നുമില്ലെങ്കിൽ മുറ്റത്ത് ടൈലെങ്കിലും ഞങ്ങൾ ഇടും. എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾക്ക് ടൈലിടുന്നതിന് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടല്ല. എന്തെങ്കിലും ഒരു നോട്ടത്തിലൊന്ന് ചെയ്തില്ല എങ്കിൽ സെൻഡ് ഓഫിന് ഈ ജനം ഒന്നും അച്ഛൻ നന്നായിട്ട് ആരോധിച്ചു എന്നുള്ളത് പോലും നോക്കത്തില്ല. അച്ഛൻ വന്നിട്ട് ആകെപ്പാടെ ഇടവക ചത്തെന്ന് പറയും. അതുകൊണ്ട് ചിലപ്പോൾ ഇട്ട ചാറ് ചിലപ്പോൾ പൊളിച്ചിട്ട് പുതിയ ടൈല് വേണമെങ്കിൽ ഞങ്ങൾ ഇടും. എനിക്ക് ആദ്യം ചുമതല കിട്ടിയത് ആലുവ തൃക്കുന്നത്ത് സെമിനാരി അരമനപ്പള്ളിയാണ്. ഞാനവിടെ ചുമതലയേറ്റു വളരെ ചെറുപ്പത്തിലാണ്. ഒരു 11 മാസം കഴിഞ്ഞപ്പം തിരുമേനി എനിക്ക് ട്രാൻസ്ഫർ തന്നു. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, തിരുമേനി എനിക്ക് ട്രാൻസ്ഫർ തന്നു. അപ്പോൾ പള്ളിക്കാർ പറഞ്ഞു, ഞങ്ങൾ അച്ഛനൊരു സെൻഡ് ഓഫ് തരാം. ഞാൻ പറഞ്ഞു, ഈ 11 മാസം വരുന്നതിന് എന്തോ സെൻഡ് ഓഫ് തരാനാ? അല്ല അച്ഛാ, തരണം. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യത്തെ അല്ലേ, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഒരു മനുഷ്യൻ സെൻഡ് ഓഫിൽ പ്രസംഗിച്ചു, ഇതുപോലെ ഒരു അച്ഛനെ ഇതിനു മുൻപ് ഞങ്ങൾ എൻ്റെ തലയൊന്ന് മുകളിലിടിച്ചു. പിന്നെ 2 മാസം ഇല്ലാത്ത നെഞ്ച് വിരിച്ചു പിടിച്ചാണ് ഞാൻ നടന്നത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2 മാസം കഴിഞ്ഞാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ മനുഷ്യൻ ചെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ പറഞ്ഞ ടോൺ വേറെയായിരുന്നു. ഇതുപോലെ മെനകെട്ട ഒരു അച്ഛനെ ഇതിനു മുമ്പ് ഞങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, വിശ്വാസികൾ പറയുന്ന നല്ല വാക്കുകളിൽ നിങ്ങൾ ആരും തളർന്നു പോകരുത്, അല്ലെങ്കിൽ മുഴുകിപ്പോകരുത്. പലരും പലതും പറയും. അതുകൊണ്ടാണ് ഏറ്റവും ഭയത്തോടു കൂടി ഇരിക്കേണ്ട സമയം സ്വാഗതം പറയുമ്പോഴാണ്. സ്വാഗതം പറഞ്ഞ അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല. അതുകൊണ്ട് അച്ഛനത് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അധികം ഒന്നും പറയാതെ താഴെ നിർത്തി എന്നെ. ഉത്തരത്തിലിരുത്തിരുന്നെങ്കിൽ ഈ വയ്യാത്ത കാലം കൊണ്ട് ഇറങ്ങാൻ ഞാൻ പ്രയാസപ്പെട്ടേനെ. നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം വൈറലാകുന്ന കാലമാണ് അല്ലേ? ഞങ്ങൾ അച്ഛന്മാരാണെങ്കിൽ, പാട്ട് പാടാത്ത അച്ഛന്മാരാണെങ്കിൽ ഹൂത്തോമ ഇട്ടെങ്കിൽ ഹിറ്റാകുന്ന കാലമാണ്.
എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ 10 നന്മ കേൾക്കണം, ഒരു ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നാഗ്രഹിക്കുന്നവരാ. നമ്മൾ ചെയ്ത കാര്യങ്ങളെ മറ്റുള്ളവർ മെൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലും പലരും പറയാറുണ്ട്, ഭർത്താക്കന്മാർ പറയും, എടി രാവെളുക്കുവോളം ഞാൻ അധ്വാനിച്ച് കൊണ്ടിരുന്നത് കൊണ്ടാണ് നീ നിൻ്റെ മക്കളും ജീവിക്കുന്നത്. ഭാര്യമാർ പറയും, എടോ മനുഷ്യ, ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. എല്ലാവരും അവരുടെ ഭാഗങ്ങളെ ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് എടുക്കാനും കൂടെ പറ്റണം. എന്താ? പ്രതിഫലം ചോദിച്ച് മേടിക്കുകയല്ല. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുമ്പം നമുക്ക് പ്രതിഫലം തരേണ്ടുന്നത് ദൈവമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഒരു പുസ്തകം ഞാൻ അവതരിപ്പിക്കാം, രൂത്തിൻ്റെ പുസ്തകം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എത്ര നല്ല വിശ്വാസികൾ അതിരുമേനി, ഒരക്ഷരം മിണ്ടുന്നില്ല. വായിച്ചിട്ടുണ്ടോ? വളരെ കുറച്ച് അധ്യായങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ സങ്കീർത്തനം മാത്രം വായിച്ചു പോകുന്നതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് രൂത്തിൻ്റെ പുസ്തകം ഒന്ന് തുറക്കണം, സൂക്ഷിച്ച് തുറക്കണം. ആ പേജ് കീറിപ്പോകരുത്. ഒരു സ്കെയിൽ എടുത്ത് ഇങ്ങനെ പയ്യെ കീറിയെടുക്കണം, അപ്പം വായിക്കാൻ പറ്റും. രൂത്തിൻ്റെ പുസ്തകം വായിക്കുന്നിടത്ത് അവതരിപ്പിക്കുന്നത് നവോമിയുടെ കുടുംബത്തെയാണ്. ബേത്ലഹേം എന്ന പട്ടണത്തിൽ, അപ്പത്തിൻ്റെ ഭവനം ബേത്ലഹേം എന്ന പട്ടണത്തിൽ നവോമിയും ഭർത്താവും 2 ആൺമക്കളും. ആൺമക്കളുടെ പേര് ഞാൻ പറയുന്നില്ല, പല്ല് തെറിച്ചു പോവും, കട്ടിയുള്ള പേരാ. അങ്ങനെ ഈ സകുടുംബം അവിടെ വാഴുന്നിടത്ത്, ബേത്ലഹേമാണ് അപ്പത്തിൻ്റെ ഭവനമാണ്, പക്ഷെ അവിടെ എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. നവോമി പറഞ്ഞു, അച്ചായ ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് UK മൈഗ്രേറ്റ് ചെയ്യാം. കേൾക്കേണ്ട താമസം അച്ചായൻ ബാക്ക് ചെയ്തു. അങ്ങനെ എന്തോ ചെയ്തു, ഇവരെല്ലാവരും കൂടെ കുടുംബസമേതം മോവാബിൽ വന്ന് താമസമാക്കി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് മോവാബിൽ വെച്ച് നവോമിക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടമായി. നവോമി എന്ന പേരിന് സുഗന്ധം, സൗന്ദര്യം എന്നൊക്കെ അർത്ഥം കൊടുക്കാം. നവോമി ജീവിതത്തിൽ ഈ നഷ്ടത്തിൽ ഒരുപാട് വിലപിച്ചില്ല. കാരണം പ്രതീക്ഷിക്കാൻ ഇനി ആരുണ്ട്? 2 ആൺമക്കളുണ്ട്, ഇല്ലേ? അതുകൊണ്ട് നവോമി കരഞ്ഞുവെങ്കിലും നിരാശപ്പെട്ടില്ല. നവോമി തീരുമാനിച്ചു, മക്കൾ പ്രായമായി. അതുകൊണ്ട് നവോമി M4 മാരിയിൽ ഒരു പരസ്യം കൊടുത്തു. MBA വരെ പഠിച്ച ഉന്നത കുലജാതരായ കൽദായ സഭയിലെ നല്ല 2 ആമ്പ്രനോന്മാർ നിപ്പുണ്ട്, കല്യാണാലോചന ഉണ്ടെങ്കിൽ അയച്ചോളാൻ പറഞ്ഞു. അയച്ച അധിക താമസത്തിന് മുമ്പ് 2 നേഴ്സുമാരുടെ ആലോചന വന്നു. ഒന്നാമത്തവളുടെ പേര് ഇപ്പം മനസ്സിലായി, വായിച്ചിട്ടുണ്ടെന്ന്. ഒന്നാമത്തവളുടെ പേര് ഓർത്തോണം. രണ്ടാമത്തവളുടെ പേര് രൂത്ത്. നല്ല 2 തരുണീമരണികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. നവോമി സന്തുഷ്ടിയായി ജീവിക്കുമ്പം പൊടുന്നനവേ അവളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു വെല്ലുവിളി ഉണ്ടായി. എന്താ? 2 ആൺമക്കളും മരണപ്പെട്ടു. നവോമി തൻ്റെ ഹൃദയം പിളർന്ന് ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. പക്ഷെ നവോമിയുടെ ഒരു വലിയ ക്വാളിറ്റി, തൻ്റെ നഷ്ടങ്ങളിൽ, തൻ്റെ കയ്പനുഭവങ്ങളിൽ ദൈവത്തെ കുറ്റം വിധിക്കാത്തവളായിരുന്നു. ആര്? നവോമി. ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്, കണ്ണുനീരൊടുക്കുന്നുണ്ട്, പക്ഷേ അവൾ ദൈവത്തെ കുറ്റം വിധിക്കാത്തവളാണ്. അവൾ നല്ലൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് മരുമക്കളെ 2 പേരെയും വിളിച്ചിട്ട് നവോമി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തരേണ്ടതിന് എൻ്റെ പക്കൽ മക്കളില്ല. ഇന്ന് ഞാൻ വിവാഹം കഴിച്ചൊരു മകൻ ജനിച്ചാൽ പോലും നിങ്ങൾക്ക് വിവാഹപ്രായം എത്തുന്നത് ശരിയാകത്തില്ല, യുക്തമാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്തു, ഇനി എൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കൊരു നന്മയും കിട്ടാനില്ല. ഉണ്ടോ? എൻ്റെ കൂടെ വന്നാൽ എനിക്കിനി ഇൻസുലിൻ എടുത്തു തരാമെന്നുള്ളതല്ലാതെ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം, വീതിച്ചു തരാൻ വസ്തുവോ ഭാഗിച്ചു തരാൻ ബാങ്ക് ബാലൻസോ ഇല്ലാത്ത വൃദ്ധയായ ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു സ്ത്രീ. അതുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഇനി എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, മാറ. കയ്പനുഭവങ്ങളിലൂടെ പോകുന്നതുകൊണ്ട് എന്നെ മാറ എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പമല്ലേ, ജീവിതം ബാക്കിയല്ലേ, എൻ്റെ കൂടെ നിന്ന് ജീവിതം പാഴാക്കണ്ട. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ചിന്തിച്ചോ, നിങ്ങൾ വിവാഹം കഴിച്ച് ജീവിച്ചോ. മൂത്ത മരുമോൾ ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ അമ്മായിമ്മയ്ക്ക് വട്ടം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ബൈ ബൈ മമ്മി പറഞ്ഞിട്ട് പോയി. നമ്മളാണ് നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെ നിന്നേനെ? ഒരിക്കൽ ഞങ്ങളുടെ ഒരു അച്ഛന് രാത്രി 11:30 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു. അങ്ങേ തലക്കലൊരു സ്ത്രീയാണ്. ഇപ്പോൾ അച്ഛന്മാർക്ക് അത്ര നല്ല കാലമല്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ. അതുകൊണ്ട് ഞാനൊക്കെ ഒരു 10 മണി കഴിഞ്ഞ് ആര് വിളിച്ചാലും എടുക്കാറ്, പ്രത്യേകിച്ച് സന്യാസിമാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത കാലമാണ്. അങ്ങേ തലക്കലൊരു സ്ത്രീ കരയാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അവൾ പറഞ്ഞു, അച്ഛാ എൻ്റെ അമ്മായിമ്മ മരിച്ചുപോയി. ആഹാ,
അമ്മായിമ്മ മരിച്ചതിന് ഇത്രയൊക്കെ കരയാനുണ്ടോ? നിങ്ങൾ വലിയ സ്നേഹമായിരുന്നോ? അവൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ എനിക്ക് തള്ളെ കണ്ണിന് കാണാൻ പാടില്ലായിരുന്നു. അപ്പം അച്ഛൻ ആകെപ്പാടെ അങ്ങ് അരിശം വന്നു. എന്തിനാടി ഈ കണ്ണിന് കാണാൻ പാടില്ലാത്ത അമ്മായിമ്മ മരിച്ചതിന് നീ കരയുന്നത്? അച്ഛാ കേക്കച്ചാ, അമ്മച്ചി മരിച്ചിട്ട് 5 വർഷമായി. 6 വർഷത്തോളം അമ്മച്ചി കിടപ്പായിരുന്നു. എല്ലാ അവയവങ്ങളും തളർന്നെങ്കിലും ഒരവയവം വളരെ ശക്തമായിരുന്നു. ഏതാ? നാക്ക്. അതുകൊണ്ട് പിടിക്കാവുന്ന പോര് മുഴുവൻ അമ്മ എന്നോട് പിടിക്കും. ഞാനും വിട്ടുകൊടുക്കത്തില്ല. ഗോലിയാത്തിന് മുമ്പിൽ ദാവീദ് നിൽക്കുന്ന പോലെ ഞാനും മത്സരിക്കും. 6 വർഷം കിടപ്പായ അമ്മ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത് തിരിയാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഒരു ഉമ്മ തന്നു. ഞാൻ വിചാരിച്ചു, ഈ തള്ള എന്തിനാണ് ഇപ്പോൾ ഒരു ഉമ്മ എനിക്ക് തരുന്നത്? ഞാൻ മൈൻഡ് ചെയ്തില്ല അച്ഛാ. ഞാൻ അടുക്കളയിൽ പോയി പാത്രമൊക്കെ കഴുകി തിരിച്ച് വാ കഴുകിക്കാൻ വന്നപ്പം അമ്മച്ചി മരിച്ചുപോയി. ഇത്രയും നാൾ ജീവിതത്തിൽ എന്നോട് ചെയ്തതിനൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാപ്പ് പറഞ്ഞിട്ടാണ് അമ്മ കടന്നുപോയത്. പക്ഷെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ക്ഷമ പറയാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ ഈ കഥ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞ് റിപ്പോർട്ടുകൾ കിട്ടിയത് ഇങ്ങനെയാണ്: രാത്രി മരുമക്കളെ ഒന്ന് ഉമ്മ കൊടുത്ത് നോക്കിയെന്നാണ്. ഫലം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒന്ന് കൊടുത്തു നോക്ക്, ചിലപ്പം രാവിലെ തട്ടിപ്പോയേക്കും. പോകട്ടെ, ഓർപ്പാ. ഞാനിത് പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാതിരിക്കാനാ. നല്ല ചൂടായതുകൊണ്ട് ഉറങ്ങത്തില്ലെന്ന് എനിക്കറിയാം. ഓർപ്പ നവോമിക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ അവകാശത്തിന് വേണ്ടി പോയി. അവൾ ചിന്തിച്ചത് എൻ്റെ ജീവിതത്തിൽ ഭാവിക്ക് എന്താ നല്ലതെന്നാ, അല്ലേ? നവോമിയുടെ നഷ്ടങ്ങളിൽ ദൈവം എന്തുകൊണ്ടാണ് ഇടപെടാഞ്ഞ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും നിങ്ങളുടെ വൈദികർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എന്താണ്? വിശ്വാസികളുടെ ഇതുപോലെ നട്ടാക്കെടുക്കാത്ത നുണ പറയുന്നതുകൊണ്ട് ഈ കത്തനാരന്മാരൊക്കെ നരകത്തിൽ പോകുന്നേ. വിശ്വാസികളുടെ സമൂഹമേ, നമ്മൾ വിശ്വാസികളാണോ ശരിക്കും? പറയുമ്പോൾ അച്ഛന്മാരങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിശ്വാസികളാണോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാം. നമ്മൾ നേർച്ച വെക്കാറുണ്ട് പള്ളികളിൽ, അല്ലേ? നേർച്ച സമർപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ നേർച്ച വെക്കുക? പണ്ടൊക്കെ ചെറിയ നിങ്ങൾ തൃശ്ശൂർ പട്ടണത്തിന് നടുക്കിടക്കുന്നതായതുകൊണ്ട് ഇച്ചിരി കൂടെ ഗ്രേഡ് കൂടുമായിരിക്കും. നാട്ടിൻ പുറത്തൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ അവരുടെ നേർച്ചയ്ക്ക് പറയുന്നത് എന്താ? പശുവിൻ്റെ കറവ് പറ്റരുത്, ആടിന് ചെന പിടിക്കണം, എൻ്റെ പൂവൻകോഴി മുട്ടയിടണം. ചെറിയ ചെറിയ ആവശ്യങ്ങളായിരുന്നു. ഇപ്പോൾ പിന്നെ നാട്ടിൻ പുറമെന്ന് വ്യത്യാസമില്ല. എല്ലാവർക്കും ഒറ്റ പ്രാർത്ഥനയുള്ളൂ: എൻ്റെ മക്കളെല്ലാം UK കെട്ടിയെടുക്കണം. എന്നിട്ടൊരു കണ്ടീഷൻ വെക്കും. എന്താ കണ്ടീഷൻ? എൻ്റെ മകൻ UK പോയി അവനൊരു ജോലിയിൽ പ്രവേശിച്ചാൽ 12 മെഴുകുതിരി കൊണ്ടുവന്ന് ഞാൻ നിൻ്റെ ത്രോണോസിൽ. ഇങ്ങനെ പറയുന്നതിനകത്ത് നമുക്കൊരു അവിശ്വാസമില്ലേ? ഇല്ലേ? നേർച്ച എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ആദ്യം എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധി വെക്കുന്നതിന് മുമ്പ് എൻ്റെ നേർച്ച വസ്തു എൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ വെക്കണം. വേണോ? ഇല്ലെങ്കിൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് കാര്യമുണ്ടോ? കാര്യം സാധിച്ചു തന്നാൽ ഞാനിത് തരാമെന്ന് പറയുന്ന കടക്കാരോട് പറയേണ്ട ഒരു ഭാഷയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്നത് ദൈവത്തോടാണെന്ന് മാത്രം. പോകട്ടെ, സ്വന്തം ജീവിതത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നവൾ ഭാവി ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ച്. ഞാൻ ഈ അടുത്തിടയിലാണ് ഭദ്രാസനം മാറിയാണ് ഇപ്പോഴത്തെ സേവനമനുഷ്ഠിക്കുന്ന ഭദ്രാസനത്തിലേക്ക് വന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് PF കിട്ടുന്നില്ല. അപ്പം എനിക്ക് വലിയ അങ്കലാപ്പായി. ഒന്നാമത് കിഡ്നിയും കൊടുത്തിരിക്കുന്നു, പെട്ടെന്ന് ആശുപത്രി പോകുന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് എനിക്കൊരു ആകുലതയുണ്ടായി. അപ്പം ഞാൻ ചിന്തിച്ചു, തിരുമേനിയോട് പോയി പറഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ PF റെഡിയാക്കണം. പക്ഷെ അന്ന് കർത്താവ് എനിക്കൊരു കൊട്ട് തന്നിട്ട് ചോദിച്ചു, ഇവിടെ കള്ളക്കത്തനാരേ, താൻ വലിയ സന്യാസിയാന്ന് പറഞ്ഞിട്ട് തൻ്റെ റിട്ടയർമെൻറ്റ് 65 വയസ്സ് കഴിഞ്ഞിട്ട് തനിക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി ഇപ്പോഴേ കരുതുന്നുവെങ്കിൽ തനിക്ക് ദൈവവിശ്വാസം ഉണ്ടോ? അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ PFന് വേണ്ടി പ്രവർത്തിക്കത്തില്ല. PF വേണ്ട. നമ്മൾ പലപ്പോഴും ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിക്കാറുണ്ട്, ഇല്ലേ? വലിയ വിശ്വാസികളാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഭയങ്കര ആശങ്കയില്ല. നിങ്ങളെല്ലാം വിവാഹം കഴിച്ച് മക്കളൊക്കെ ഉള്ളവരല്ലേ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, അച്ഛന്മാർക്കും വേണമെങ്കിൽ ഉത്തരം പറയാം. നിങ്ങളെന്തിനാണ് മക്കളെ വളർത്തുന്നേ? ഞാൻ മറന്നുപോയി, നിങ്ങൾ ഊമകളാണല്ലോ, അല്ലേ? ക്ഷമിക്കണം. പലരും മക്കളെ വളർത്തുന്നത് ഭാവിയിൽ അവൻ എനിക്ക് തണലാകണം. ഒരു തേങ്ങയാകാൻ പോകുന്നില്ല കേട്ടോ. അവൻ ചിലപ്പോൾ ഡ്രാഫ്റ്റ് അയച്ചു തരുമായിരിക്കും. നിങ്ങൾക്ക് തണലാകണം, നിങ്ങൾ നല്ലൊരു ഇൻഷുറൻസ് കൂടിയാൽ മതി. മക്കൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും ദൈവത്തിൽ അടിയുറച്ച ആഴമായ വിശ്വാസമാണെന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരാ, അല്ലേ? ഓർപ്പയുടെ ആശങ്ക ഏതായിരുന്നു? ഈ വൃദ്ധമാതാവിൻ്റെ കൈപിടിച്ച ഉണക്കുചുള്ളി പോലെ
ചുരുണ്ട ശരീരം ഉള്ള, അല്ലെങ്കിൽ ചുങ്ങിച്ചുളഞ്ഞ സ്കിന്നുള്ള ഒരു അമ്മയുടെ കയ്യെ പിടിച്ചിട്ട് എനിക്കെന്തോ കിട്ടാനാ? നമ്മൾ പലപ്പോഴും ബന്ധങ്ങളെപ്പോലും ചിന്തിക്കുന്ന അങ്ങനെയാ. ഇയാളുടെ സൗഹൃദ ബന്ധത്തിൽ നിന്നിട്ട് എനിക്കെന്ത് പ്രയോജനം? അതുകൊണ്ടാണ് നമുക്ക് സാധാരണക്കാരോട് അധികം കൂട്ടില്ലാതെ പോകുന്നത്. എല്ലാ മനുഷ്യരെ ഒരുപോലെ കാണാൻ കഴിയാതെ പോകുന്നത് കൊണ്ടല്ലേ. ഓർപ്പ പറഞ്ഞു, അമ്മച്ചി ഞാൻ പോയിട്ട് വരാം, രണ്ടാം കല്യാണത്തിന് തിരുമേനിയുടെ അടുക്ക് പോയി ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് വരാം. പക്ഷേ രണ്ടാമത്തവളുടെ ചാൻസ് വന്നു, രൂത്ത്. ദൈവം മൗനമായിരിക്കും, ദൈവം കാണാതെ ഇരിക്കത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രൂത്തിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകത്തിൽ നവോമിയുടെ നഷ്ടങ്ങളെയാണ് ആദ്യത്തെ താളുകളിൽ പറയുന്നത്. ഒന്നിന് പുറകെ നഷ്ടങ്ങളിങ്ങനെ വരുമ്പം നിങ്ങൾ നോക്കിക്കേ, ദൈവം എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? അവളെ ആശ്വസിപ്പിക്കാൻ പോലും വരുന്നില്ല. ഉണ്ടോ? അടുത്തിടയിൽ ഞാനിപ്പോൾ അരമനയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അവൻ്റെ ശവസംസ്കാരത്തിൽ സംബന്ധിക്കാൻ പോയി. എൻ്റെ ചങ്ക് പടഞ്ഞു പോയി. എനിക്ക് മുൻപരിചയമില്ല, പക്ഷേ എൻ്റെ ചങ്ക് പടഞ്ഞു പോയി. കല്യാണ വസ്ത്രം ധരിച്ച് യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ. അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു വാക്ക് പ്രസംഗിക്കണം. സത്യത്തിൽ എനിക്ക് എന്ത് പറയണമെന്ന് മറുപടി ഇല്ലാതായിപ്പോയി. എന്ത് പറയും? ആ പെങ്കൊച്ച് എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി ഇങ്ങനെ സ്തംഭിച്ചിരിപ്പുണ്ട്. അവളോട് ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? അത് കഴിഞ്ഞപ്പോഴാണ് ഈ വേദഭാഗം വായിച്ചപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് മൗനമായിരിക്കുന്നത്? ദൈവം കാണാതിരിക്കുന്നതല്ല, ദൈവം കേൾക്കാതിരിക്കുന്നതല്ല, ദൈവം മൗനമായിരിക്കുന്നത് നമ്മളുടെ ഒരു പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ കയ്യിൽ പ്രതിഫലം തരാനില്ലാഞ്ഞിട്ടല്ല, ഒരു പോംവഴി പറഞ്ഞു തരാനില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവൻ നമ്മുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണോ? അതുകൊണ്ടാണ് പലപ്പോഴും എത്രയോ വട്ടം നമ്മൾ പള്ളി വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്താ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലേ, നമ്മൾ അടുത്ത പള്ളി, വല്ല വിശുദ്ധന്മാരുടെ പ്രത്യേക അനുഗ്രഹമുള്ള പള്ളിയുണ്ട്, അങ്ങോട്ട് ബസ് പിടിക്കും ഇല്ലേ? കാരണം അവിടെ ചെന്ന് 12 തിരി കൊടുത്താൽ, കൈക്കൂലി കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന്. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ദൈവം തരാതിരിക്കുന്നത് ഇവിടുത്തെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ മരണത്തിനപ്പുറം നിരാശപ്പെട്ടു പോയ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് പറഞ്ഞു, ഞാൻ പോന്നപ്പം കെട്ടിയിട്ടിട്ട് പോകുന്ന ഒരു പടകൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയാണ്. കാരണം വെല്ലവും വയറ്റിലോട്ട് പോകണ്ടേ, ജീവിക്കണ്ടേ, ലുക്ക് ഫോർവേഡ്, മുന്നോട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ, ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച പടക് കെട്ടിയിട്ടിട്ടാണ് പോകുന്നത്, തീ വെച്ച് കളഞ്ഞില്ല, അതുകൊണ്ട് അതിലേക്ക് പോകും. നിങ്ങൾ വായിച്ചു നോക്കി യോഹന്നാൻ്റെ സുവിശേഷം. രാവെളുക്കുവോളം അവൻ്റെ കൂട്ടുശിഷ്യന്മാരും കടലിൽ അധ്വാനിച്ചു. ചെയ്യില്ലേ? കടലിൽ മീനില്ലാഞ്ഞിട്ടല്ല, ആണോ? പക്ഷെ ഞാൻ പറയും, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഹൈഡ് ആൻഡ് സിക്ക് കളിച്ചവരാണ് കടലിലെ മത്സ്യം. പത്രോസ് എവിടെ വീശുന്നുവോ അതിൻ്റെ എതിർദിശയിൽ പോയി ഒളിച്ചിരുന്ന മീനുകൾ. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ എത്ര രസകരമായ ഭാഗമാണ്. രാവെളുക്കുവോളം പത്രോസ് അധ്വാനിച്ചു, സഹശിഷ്യന്മാരും അധ്വാനിച്ചു. ഞങ്ങളുടെ കോട്ടയം ഭാഷയിൽ പറഞ്ഞ ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയില്ല. കിട്ടിയോ? പരാജിതനായി, നിരാശിതനായി, തളർന്ന് തരിപ്പണമായി നിൽക്കുന്ന പത്രോസിനോട് കണ്ണിച്ചോരയില്ലാത്തൊരു ചോദ്യം കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്തുവാ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ നമ്മളാണ് എന്തോ ചെയ്തതിന് ഓടിച്ചെന്നെ പെടലിക്ക് നോക്കി എൻജിനീയറിംഗ് പഠിക്കാൻ വിട്ട് 24 സപ്ലിയുള്ള കൊച്ചിനോട് ചോദിക്കും, എന്നാ ഉണ്ട് വിശേഷം? ആ ചോദ്യം അവനെ ഉത്തേജിപ്പിക്കുന്നതാണോ, അവൻ്റെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്നതാണോ? പരാജയപ്പെട്ട് പരാജയത്തിൻ്റെ പടുകുഴി നിൽക്കുന്ന, ക്രിസ്തുവില്ലാതെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിപ്പെട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന പത്രോസിനോട് ചോദിച്ചു, കൂട്ടുവാൻ വല്ലതും? നിരാശപ്പെട്ട പത്രോസ് പറഞ്ഞു, കടലിൽ കോള് ശരിയല്ല. ഇപ്പം കർത്താവ് പറഞ്ഞു, നീ വലതുവശത്തേക്ക് വായിക്കുന്നത് കൃത്യമായിട്ട് യോഹന്നാൻ പറയുകയാണ്, 183 വലിയ മത്സ്യങ്ങൾ. വല കീറുമാറ് അവൻ അധ്വാനിച്ചു. ഇത് കർത്താവാണെന്നറിഞ്ഞിട്ട്, വലയുടെ ഭാരം അറിഞ്ഞപ്പോൾ മനസ്സിലായി പറഞ്ഞവൻ നിസ്സാരക്കാരനല്ല, ഉപേക്ഷിച്ചു പോകുന്ന കർത്താവാ. എടുത്തു ചാടി. ഇതിൻ്റെ പേരാണ് വിശ്വാസം. ദൈവത്തിങ്കലേക്കുള്ള എടുത്തിയാട്ടമാണ്. അത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്നില്ല, പക്ഷെ എടുത്തിയാട്ടമാണ്. എടുത്തു ചാടിയ പത്രോസ് കടൽ തീരത്തേക്ക് വരുമ്പോൾ മനോഹരമായ രംഗം അവിടെയും രേഖപ്പെടുത്തുന്നുണ്ട്. തീക്കനൽ കൂട്ടി അതിൻ്റെ മുകളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കി കർത്താവ് പത്രോസിനെ വിളിച്ചു. എന്നിട്ട് പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഡു യു ലവ് മീ? നീ എന്നെ
നമ്മുടെ ജീവിതത്തിലെ നിരാശകളിൽ ഉറ്റവരുടെ വേർപാടാകാം, നമ്മുടെ മാരകമായ രോഗമാകാം, സാമ്പത്തികമായ ഞെരുക്കമാകാം, ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികളുമായിക്കൊള്ളട്ടെ, അത് ദൈവം ചിലപ്പോൾ ജീവിതത്തിൽ കൂട്ടുന്ന തീക്കനല, നമ്മളെ ദഹിപ്പിച്ച് കളയാനല്ല, ഈ ചോദ്യത്തിന് നമ്മുടെ പ്രതികരണം ആരായാനാണ്. ഡു യു ലവ് മീ? ഈ അനുഭവത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെന്ത് മറുപടി പറയും? അവിടെയാണ് ഉപേക്ഷിച്ച 3 തവണ ഉപേക്ഷിച്ച പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ ഞാൻ നിന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പം നിങ്ങൾ നെട്ടോട്ടം വട്ടം മുറിച്ച് ഓടണ്ട. നിങ്ങൾ മനസ്സിൽ പറയണം, ഉവ്വ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നൊരു ബാല്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വൈദിക ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ വളരെ ആഗ്രഹിച്ചൊരു ജീവിതമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു ദൈവാനുഭവമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എൻ്റെ അപ്പൻ അല്പമൊക്കെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക പരാധീനതകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ കാലൊടിഞ്ഞു. ഒരു 6 മാസത്തോളം അപ്പൻ ഇരിപ്പായിപ്പോയി, ജോലിയില്ല, സാമ്പത്തിക പ്രതിസന്ധിയായി. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, വല്യപ്പച്ചൻ്റെ അടുക്കെ അപ്പൻ്റെ അടുക്കെ പോയി അരി മേടിക്കാൻ ഒരു 100 രൂപ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അന്ന് 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനങ്ങളും മേടിക്കാവുന്ന ഒരു കാലം. അപ്പോൾ പറഞ്ഞു 100 രൂപ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഓർത്തു, എൻ്റെ സ്വന്തം വല്യപ്പച്ചനല്ലേ. ഞാൻ ഓടിച്ചെന്ന്, അപ്പച്ചൻ ഇച്ചിരി കർക്കശക്കാരനാണ്, പക്ഷേ ഞാൻ ഓടിച്ചെന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച അരി മേടിക്കാൻ, ചോറ് വെക്കാൻ, കഞ്ഞി വെക്കാൻ ഒരു 100 രൂപ തരണം. പക്ഷേ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞ മറുപടി വളരെ കഠിനമായിരുന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, വിരലിട്ട് ഛർദ്ദിച്ചിട്ട് അത് തിരിച്ചു കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കഠിനമായൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിയപ്പോൾ എൻ്റെ അമ്മച്ചി പുറകെ ഓടി വന്നു. അമ്മച്ചിക്ക് റേഷൻ മേടിക്കാൻ കൊടുത്തൊരു 100 രൂപ എൻ്റെ കൈ ചുരുട്ടി തന്നിട്ട് അമ്മച്ചി പറഞ്ഞു, മോൻ കരയണ്ട, പോയി അരി മേടിച്ചോ. അന്നേ കുറച്ച് അഹങ്കാരി ആയതുകൊണ്ടായിരിക്കാം അമ്മച്ചിയുടെ കയ്യിൽ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഛർദ്ദിച്ച് നോക്കട്ടെ എല്ലാം കിട്ടുമോ എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു ദൈവമുണ്ട്. ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നൂലെ കെട്ടി ഇറക്കി തരുന്ന ഒരു ദൈവത്തെ കൊതുക് പോലിരിക്കുന്ന ഈ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എന്തിനാണ് ജീവിതത്തിൽ തുടരെ പ്രതിസന്ധികൾ തരുന്നത്? ജീവിതത്തിൽ പ്രതിസന്ധികളും നമുക്ക് കടക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന തീച്ചൂള തരുന്നത് എന്തിനാ? മോശയെ കൊണ്ടുവന്ന് ഈ ജനത്തോടൊപ്പം ചെങ്കടലിന് മുമ്പിൽ നിർത്തിയത് എന്തിനാ? നമ്മുടെ പ്രതികരണത്തിന് വേണ്ടിയാ. മോശ നോക്കി യഹോവയുടെ മുഖത്തേക്ക്. നമുക്കവിടെ പറയാൻ സാധിക്കണം, ഉവ്വ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ രൂത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് നവോമിയുടെ നഷ്ടങ്ങളിൽ ദൈവം മിണ്ടാതിരുന്നത്. രൂത്തിനോട് നവോമി പറഞ്ഞു, നീ ഉപേക്ഷിച്ച് പൊക്കോ. പക്ഷെ നവോമിയോട് രൂത്തിൻ്റെ മറുപടി വേദപുസ്തകത്തിലെ തങ്കലിപികളിൽ എഴുതി വെക്കണം. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരിക, വീട്ടിൽ ചെന്ന് പറ്റുവാണെങ്കിൽ രൂത്തിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചിട്ടേ ഇന്ന് കിടന്നുറങ്ങാവുള്ളൂ. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, രൂത്ത് അമ്മായിയമ്മയോട് പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് നിന്നെ വിട്ട് ഞാൻ പോകിയില്ല. എന്നിട്ട് അടുത്ത് പറയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നിന്റെ ജനം എൻ്റെ ജനം. അവസാനത്തെ വരി നിങ്ങൾ വായിക്കുമ്പം നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകണം. നിന്റെ ദൈവം എൻ്റെ ദൈവം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ വാക്ക് കേട്ട് സ്വർഗത്തിലെ ദൈവം എന്തുമാത്രം ആനന്ദിച്ച് കാണും, ഇല്ലേ? രൂത്ത് ജീവിതത്തെ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത തളർന്നു പോയേക്കാമാകുന്ന ഒരു സ്ത്രീക്ക് കൂട്ടുപോകാൻ തീരുമാനിച്ചിട്ട് പറയാണ്, നിന്നോടൊപ്പം ഞാൻ പോരും, ഇനി നിന്റെ ദൈവം എൻ്റെ ദൈവം. ഈ തീരുമാനത്തിൽ രൂത്തിന് ദൈവം കരുതി വെച്ചത് എന്താണെന്ന് പറഞ്ഞാണ് രൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നതാണോ? ഞാൻ പറഞ്ഞു, നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചാൽ, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഈ ലോകത്തിൽ തന്നെ അത് ചിലപ്പോൾ അവസാനിച്ചു പോകും. നമുക്ക് പ്രതിഫലം കരുതേണ്ടുന്നത് ദൈവമാണ്. ആണോ? അതുകൊണ്ടാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, രൂത്തിന് വേണ്ടി ദൈവം കരുതിയ ഒരു മനുഷ്യനുണ്ട്, ബോവസ്. വേദപുസ്തകം കണ്ട ഏറ്റവും ജെന്റിൽമാനായ ഒരു മനുഷ്യനാണ്. അവൻ ആരെ വിവാഹം കഴിച്ചു? രൂത്തിനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അവൻ്റെ പേര് ഓബേദ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് ഇനി അവകാശികളില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിച്ചവളായിരുന്നു ആര്? നവോമി.
എന്നാൽ വേദപുസ്തകം അവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ നവോമിയുടെ കയ്യിൽ ഓബേദിനെ എടുത്തു വെച്ചിട്ട് നവോമി പറഞ്ഞു, ഞാനിവന് ധാത്രി, ഇവൻ്റെ വല്യമ്മച്ചി പറഞ്ഞോ, ഒഴിഞ്ഞ കയ്യിലേക്ക് ഒരു അനുഗ്രഹത്തെ ദൈവം വെച്ച് കൊടുത്തോ. ഇനി ഓബേദ് ആരാന്നും കൂടെ പറഞ്ഞ ആ പുസ്തകം അവസാനിക്കുന്നത്. ഓബേദ് ആരാ? ഓബേദ് ഈശായുടെ അപ്പൻ. ഈശായ ആരാ? ദാവീദിൻ്റെ അപ്പൻ. ദാവീദ് ആരാ? യേശു ക്രിസ്തുവിൻ്റെ വല്യപ്പച്ചൻ. ഇനി നിങ്ങൾ നോക്കിക്കേ, രൂത്തിൻ്റെ പുസ്തകത്തിലെ രൂത്തിനെ പിന്നെ നമ്മൾ കാണുന്ന എവിടെയാ? സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ വംശാവലിയില ആണോ? നമ്മുടെ പേര് ഒരു പള്ളിയിലും കൊത്തിവെക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട. അടുത്ത വികാരി ഇച്ചിരി ബലമുള്ള വികാരിയാണെങ്കിൽ ഒരു JCBയും കൂടെ ഉണ്ടെങ്കിൽ വികാരിക്ക് പൊളിക്കാവുന്ന കല്ലേ നമ്മുടെ പള്ളി വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? പക്ഷേ ക്രിസ്തുവിൽ നമ്മുടെ പേരെഴുതാൻ. അതുകൊണ്ടാണ് എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടം പുതിയ നിയമത്തിലെ ജോസഫിനെയാണ്. ആണോ? എന്തുകൊണ്ടാണെന്നറിയാവോ? നിശബ്ദനായ നീതിമാൻ. എൻ്റെ മാമോദിസ പേര് ജോസഫ് എന്നാണ്. ഈ നോബിൻ എന്ന പേരിന് അർത്ഥമൊന്നുമില്ല, പക്ഷെ മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അങ്ങ് കൊണ്ടു നടക്കുന്നെന്നുള്ളൂ. ജോസഫിനെ കുറിച്ച് അധികം പള്ളികൾ പോലും ഇല്ല. കാരണം നമുക്ക് അങ്ങേരെ അത്ര അങ്ങോട്ട് പിടുത്തം വന്നിട്ടില്ല. അങ്ങേരോട് പ്രാർത്ഥിച്ച വല്ലതും കിട്ടുമെന്ന്. ജോസഫിൻ്റെ മരണത്തെയോ ഒരു അനുഭവത്തെ പോലും, ക്രിസ്തുവിൻ്റെ 12ാമത്തെ അനുഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോസഫിനെ കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ വിചാരിക്കും ജോസഫ് ഉണ്ട്. വീണ്ടും ഞാൻ ജോസഫിനെ കണ്ടെത്തിയ ഒരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷമാണ്. ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു സംസാരിക്കുന്നിടത്ത് ആരെ കാണാം? ജോസഫിനെ കാണാം. എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാമായിരുന്നൊരു സ്ത്രീയായിരുന്നു ആര്? ശമരിയ. കാരണം 1 2 അല്ല 5 പുരുഷന്മാർ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ഇല്ലേ? അതിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലുമൊക്കെ ചൂഷണം ചെയ്യാവുന്ന സ്ത്രീയാ. അവളുടെ ജീവിതത്തിൽ ഒരുപാട് പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, പക്ഷേ അവളുടെ ജീവിതത്തെ ആരും സ്വാധീനിച്ചിട്ടില്ല. അവിടെ വായിക്കാൻ നമുക്ക്, ഇന്ദ്രിയങ്ങളുടെ സ്പർശനമില്ലാതെ, കൈകൊണ്ട് അവളുടെ ശരീരത്തെ തൊടാതെ അവളുടെ ജീവിതത്തെ തൊട്ട പുരുഷൻ്റെ പേരാണ് ആര്? യേശു. ഞാൻ ചോദിക്കും, യേശു എവിടുന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവന് നല്ലൊരു അപ്പനുണ്ടായിരുന്നു, അല്ലേ? ആണത്തമുള്ളൊരപ്പൻ. ഒരു സ്ത്രീയെ സ്പർശിക്കാതെ എങ്ങനെ ജീവിതത്തിൽ ചേർക്കാമെന്ന് പഠിപ്പിച്ച ജോസഫ് ഉണ്ടോ? നമുക്ക് വേദപുസ്തകത്തിൽ എത്ര ധന്യമായ ജീവിതങ്ങളാണ്. ഒരിക്കലും ലോകപ്രകാരമുള്ള പ്രതിഫലത്തിന് വേണ്ടിയല്ല, ക്രിസ്തുവിൽ നമ്മുടെ പേരെഴുതണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്നോട് ചോദിക്കുക, കള്ളക്കത്തനാരെ, താൻ ഇത്രയും ഘോരഘോരം പ്രസംഗിക്കുകയല്ലേ, തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ പറയാനുണ്ടോ? ഞാൻ തപ്പിപ്പിടിച്ചിട്ട് ഈ അടുത്തിടയിൽ ഒരെണ്ണം കണ്ടുപിടിച്ചു. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പം ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് തന്നത്, എനിക്കൊരിക്കൽ കിട്ടിയത് കോട്ടയം നവജീവനില്ല. ഞാൻ ബ്രദറായിരുന്നു, ആ സമയത്ത് അങ്ങോട്ട് വിട്ടു. അവിടെ ചെല്ലുമ്പം 1 2 ശുശ്രൂഷകൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, അവരുടെ കിച്ചണിൽ വെളുപ്പിനെ പോകണം. 2, അവിടുത്തെ സെല്ലിലുള്ള മെൻ്റൽ പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യണം. 3, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കണം. താരതമ്യേന ആരോഗ്യം കുറവായതുകൊണ്ട് എന്നോട് പറഞ്ഞു, മെൻ്റൽ പേഷ്യൻസിൻ്റെ അടുക്ക പോകേണ്ട, അവർക്കൊരു പിടുത്തത്തിനില്ല, അതുകൊണ്ട് ആശുപത്രി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നല്ല സിഫാൻഷിൻ മുക്കിയ ജുബ്ബയൊക്കെ ഇട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു. കാരണം ഞാൻ ആരാ? വൈദിക സെമിനാരി വിദ്യാർത്ഥിയാണ്. ചെന്ന് എനിക്ക് ആദ്യം കിട്ടിയ പ്രോജക്റ്റ് ഒരു മെൻ്റൽ പേഷ്യൻ്റ്, ഒരു തമിഴൻ, അരയ്ക്ക് കീഴ്പോട്ട് ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യൻ ആരോ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഒരു മൂലക്കിട്ട് സഹിക്കുക. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിനോദം സ്വന്തം മലമെടുത്ത് ശരീരത്ത് മുഴുവൻ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ്. ഞാൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാരണം തേച്ച ജുബ്ബായിട്ട് എന്നോട് പറയുകയാണ് മലം പിടിച്ച് കിടക്കുന്ന ഇയാളെ കഴുകാൻ. ഞാൻ ഓടി. പക്ഷേ നിർബന്ധം കൊണ്ടും ഫീൽഡ് വർക്കിന് മാർക്ക് കിട്ടേണ്ടതായതുകൊണ്ടും മനസ്സോടെ അയാളെ ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റൽ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, ആ മൂലയ്ക്ക് ആരോ ഒരു ഭിക്ഷക്കാരനെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്, വളരെ ദുർഗന്ധമാണ്, നിങ്ങളൊന്ന് പോയി നോക്കണം. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പം പുറം പൊട്ടി അഴുകി പായോടിങ്ങനെ പറ്റി കിടക്കുന്ന, വളരെ ദുർഗന്ധം വമിക്കുന്ന, കണ്ണിൻ്റെ ഇമ മാത്രം അനക്കുന്ന ഒരു താടിരോമമൊക്കെ വളർത്തിയൊരു മനുഷ്യൻ. വളരെ അസഹനീയമായ ദുർഗന്ധമാണ്. ഞങ്ങൾ വിചാരിച്ചു ഇയാളെ കുളിപ്പിക്കാം. അതും ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല. ഇയാളെ ഇങ്ങനെ ആ പായയിൽ നിന്ന് ഇങ്ങനെ വിടർത്തുമ്പോൾ ഈ മുറിവ് കാരണം ഇയാൾ ഞെരങ്ങുന്നുണ്ട്. ശബ്ദമൊന്നും വെക്കാൻ മേല. ഇയാളെൻ്റെ കയ്യെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. നിർബന്ധം കൊണ്ട് ഞാൻ അയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി. അവസാനം 2 തുള്ളി വെള്ളം അയാളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. അയാളൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിൽ അയാൾ എൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കി. ഞാൻ മരിച്ച് മേളിൽ ചെല്ലുമ്പം എന്നോട് എൻ്റെ കർത്താവ് ചോദിക്കുക, ഇവിടെ കത്തനാരെ, താൻ ഘോരഘോരം പ്രസംഗിച്ചു, തനിക്കിവിടെ നിന്ന് കിട്ടാൻ എന്തുണ്ട് തൻ്റെ കയ്യിൽ? ഞാൻ പറയും, അപ്പാ ഉണ്ട്, 2 തുള്ളി വെള്ളം ഞാനൊരു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് പ്രതിഫലത്തിന് മനുഷ്യർ പറയേണ്ടതന്നല്ല, ദൈവം മുമ്പാകെ നിൽക്കുമ്പം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങൾ പറയുന്നൊരു പ്രതിവാക്യമാണ്, ഞങ്ങൾ നിൻ്റെ മരണത്തെ ഓർക്കുന്നു, നിൻ്റെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുന്നു, നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുന്നു. എപ്പോഴും ആരാധനയിൽ പറയുന്നൊരു വാചകമാണ്. നമുക്കും ഈ ബോധ്യം ഉണ്ടാകണ്ടേ, നമ്മളും ദൈവം മുമ്പാകെ നിൽക്കേണ്ടുന്നവരാ. നിൽക്കുമ്പം ദൈവത്തിൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? അവന് തരാൻ എൻ്റെ കയ്യിൽ എന്ത് പ്രതിഫലമാവുള്ളൂ? അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഉണ്ട്. രണ്ടാമത്, ഈ നോമ്പിൽ നമ്മുടെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ലോകപ്രകാരമുള്ള പോരാട്ടങ്ങളെ അവസാനിപ്പിച്ച് ദൈവം മുമ്പാകെ സുഹൃത്തുക്കളെ വർദ്ധിപ്പിക്കാൻ ഇടയാകണം. അവസാനത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട മൂന്നാമത്തെ കാര്യം, അവോയ്ഡ് റിപ്പീറ്റിംഗ് സിൻസ്. ആവർത്തിച്ച് വരുന്ന പാപത്തെ ഉപേക്ഷിക്കണം. ഇവിടെയും കുമ്പസാരത്തിൻ്റെ പതിവുണ്ടല്ലോ അല്ലേ? ഇല്ല, കുമ്പസാരമില്ല. ജീവിതത്തിൽ ആവർത്തിച്ച് വരുന്ന വീഴ്ചകളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. നോമ്പിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്, സാത്താനോട് പോരാടാനുള്ള പ്രധാന ആയുധമായ നോമ്പേ സമാധാനത്തോടെ വരിക. ഇന്ന് ഞങ്ങളുടെ വിശ്വാസികളൊന്നും വലിയ ബലത്തിൽ അത് ചൊല്ലാറില്ല. കാരണം ഇന്ന് ആർക്കും സാത്താനോട് വലിയ പോരാട്ടമൊന്നും, കാരണം നമ്മൾ അവൻ്റെ തോളെ കൈയിട്ട് നടക്കുന്നവരാ. അവിടെയാണ് പണ്ടത്തെ സഭാപിതാക്കന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പം, താപസന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പം, ആരാധനയിൽ അവരെ ഓർക്കുമ്പം നമുക്ക് വിരസത തോന്നാറുണ്ട്. പഴയ പിതാക്കന്മാരുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ ചോദിക്കും, ഇവരൊക്കെ ആരാ? അവിടെ അതിനൊരു ഉത്തരം ഇതാണ്, സാത്താനെ. നിങ്ങളെല്ലാം പുലിമുരുകൻ സിനിമ കണ്ടാണോ? രൂത്തിൻ്റെ പുസ്തകം വായിച്ചില്ലെങ്കിലും അത് കണ്ടുവാണെന്ന് എനിക്കറിയാം. അതിനകത്തൊരു നല്ലൊരു ഡയലോഗ് പറയുന്നുണ്ട്, എര തേടി വരുന്ന പുലി കെണി തേടി വരത്തില്ല, എര തേടി വരുന്ന പുലി കെണി തേടി വരത്തില്ല. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത് സാത്താനെ അവൻ്റെ മടയിൽ പോയി തോൽപ്പിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ നോമ്പിനെ സൂചിപ്പിക്കുന്നിടത്ത് പറയുന്നു, അവൻ മരുഭൂമിയിലായിരുന്നു. ആണോ? യോഹന്നാൻ്റെ ജീവിതം, യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതം പരിശോധിക്കുമ്പം അവൻ എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. എന്തിനാണ് അവരൊരു മരുഭൂമി തിരഞ്ഞെടുത്തത്? സാത്താൻ്റെ പോർക്കളത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ നേരിട്ടവരാ, സാത്താനോട് മല്ലിട്ടവരാ, ദൈവത്തെ ധരിച്ച് ഈ സാത്താനോട് യുദ്ധം ചെയ്തവരാ. എന്നാൽ ഇന്ന് നമുക്കതിന് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും കോംപ്രമൈസാണ് ഇന്ന് നമ്മുടെ സ്ട്രാറ്റജി. ഒരു പള്ളിയിൽ ഒരച്ഛൻ എല്ലാവർക്കും സമ്മതനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അച്ഛനൊരു പരാജയമാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അച്ഛന്മാർ ക്ഷമിക്കണം. ഒരച്ഛൻ പള്ളിയിൽ നിന്ന് പോരാൻ നേരത്ത് പറയാ, ഇത്രയ്ക്ക് നല്ല ഒരു അച്ഛൻ ഇടവക മുമ്പ്, അതിൻ്റെ അർത്ഥം 100% എല്ലാവർക്കും സമ്മതനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ വെറും ഒരു സോപ്പന. ഒരു നിലപാടെടുക്കുമ്പം സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു എതിർപ്പ്. അതില്ലാതെ പോയാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു നിലപാടില്ലാത്തവരെന്നല്ലേ? നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി കോംപ്രമൈസാണ്. നമുക്കെല്ലാത്തിനും പേടിയാണ്. ദൈവത്തെ ഒഴികെ നമുക്കെല്ലാത്തിനെയും ഭയമാണ്. ഇവിടെയാണ് മഹാഭാരതം നിങ്ങൾ വായിച്ചാൽ മനോഹരമാണ്. മഹാഭാരതത്തിൽ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ നമ്മളെപ്പോഴും ചിന്തിച്ചാൽ, ഒന്ന് കഥകളൊക്കെ വായിക്കുമ്പോൾ ചിന്തിച്ചാൽ അറിയാം, ഈ വില്ലനും നായകനും ഉണ്ടാകുന്നത് ഒരേ അനുഭവത്തിൽ നിന്നാണ്. ഒരു ദുരനുഭവത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിൽ നിന്ന് വില്ലനും നായകനെയും കണ്ടെത്താം അല്ലേ? ജീവിതത്തിലെ ഒരു കയ്പനുഭവത്തെ പോസിറ്റീവ് നേരിടുന്നവൻ ആരാ? നായകനാ. അതിനെ നെഗറ്റീവായി നേരിടുന്നവൻ വില്ലനാ. ഇവിടെ നായകപക്ഷത്ത് നിൽക്കുന്നത് പഞ്ചപാണ്ഡവന്മാർ. പഞ്ചപാണ്ഡവർ എത്രയാ? കണക്കറിയാം. തൃശ്ശൂരുകാർക്ക് നന്നായിട്ട് കണക്കറിയാമെന്ന് എനിക്കറിയാം. 5 പേര്. അപ്പുറത്ത് 101 മക്കൾ നിൽക്കുക. അതിലേറ്റവും മൂത്തവൻ്റെ പേര് ദുര്യോധനൻ. ആയുധം ദുർവ്യയം ചെയ്യുന്നവനൊക്കെ പേര് പറയും. എന്നാൽ അവന് മറ്റൊരു പേര് കൂടിയുണ്ട്, സുയോധനൻ. എന്തുകൊണ്ടാണെന്നറിയാവോ? 99 കാര്യങ്ങളും ജീവിതത്തിൽ തിന്മയുള്ളവനെയും നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കിയാൽ ഒരു നന്മ അവന് കാണും ഇല്ലേ? ഏത് മനുഷ്യനെ എടുത്തോ, 99 എണ്ണവും അവൻ്റെ ജീവിതത്തിൽ തിന്മയായിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു നന്മ അവന് ചിലപ്പം കാണും. അടുത്തിടയിൽ ഒരു ബസ് യാത്ര നടത്തിയപ്പം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ച് അവൻ ഒരു പ്രാകാരത്തിലൊക്കെ ഇങ്ങനെ തല പൊക്കി നോക്കിയപ്പോൾ തൊട്ടടുത്ത് കുപ്പായിട്ട് ഞാനിരിക്കുന്നു. അവൻ എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷം. അപ്പം ഞാൻ ആകെപ്പാട് പേടിച്ചിരിക്കുക. കാരണം ഹൈ റേഞ്ച് വണ്ടി കയറുക, ഇവൻ എൻ്റെ ഇപ്പുറത്തായിരിക്കും, ഞാൻ ആ സൈഡ് സീറ്റ് ഇരിക്കുന്നു. ഇവൻ എപ്പോഴാണ് വാള് വെക്കുന്നതെന്ന്
അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുമ്പം ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം നല്ല ഗന്ധമാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്നതാ? അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ചരടെടുത്തു, ഒരു കറുത്ത ചരട് എൻ്റെ കയ്യിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഈ കറുത്ത ചരടൊന്ന് പ്രാർത്ഥിച്ചു തരണം. ഞാൻ ചോദിച്ചു എന്തിനാ? എനിക്ക് അച്ഛൻ ഈ കുടിയൊന്ന് നിർത്താൻ വേണ്ടിയിട്ട്. 4 കാലിൽ നടക്കുന്നവൻ എപ്പോഴും അവൻ്റെ പോക്കറ്റിൽ എന്തുണ്ട്? കറുത്ത ചരടുണ്ട്. ഈ മനുഷ്യന് ഞാൻ കണ്ടത് അതൊരു നന്മയാണ്. ചിലപ്പം അവന് സാധിക്കുന്നില്ല എങ്കിലും അവൻ എന്തുണ്ട്? ഒരാഗ്രഹം. ഏത് മനുഷ്യനെ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കോ, നിങ്ങൾക്ക് എത്ര വൈരാഗ്യമുള്ളവനാണെങ്കിലും ചിന്തിച്ചു. അതുകൊണ്ടാണ് പറയാറുണ്ട്, നമുക്കൊരാളെ ജീവിതത്തോട് ചേർത്ത് നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും അവരുടെ നന്മ മാത്രം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കും. നമ്മൾ തന്നെ ശ്രമിക്കും ബോധപൂർവം. അയാളുടെ നന്മ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. നമുക്കൊരാളെ മാറ്റി നിർത്തണമെന്നെങ്കിൽ അവൻ്റെ നന്മ ഒരിക്കലും നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല. തിന്മയെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഇവിടെ ദുര്യോധനൻ്റെ ജീവിതം ഞാൻ കണ്ടെത്തി. എനിക്ക് നായകന്മാരെക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ദുര്യോധനെ. കാരണം എന്താണെന്നറിയാമോ? അവനൊരു നന്മയില്ലായിരുന്നുവെങ്കിൽ അവൻ പറഞ്ഞിടത്ത് ബാക്കി 100 സഹോദരങ്ങൾ നിൽക്കുമായിരുന്നോ? അവൻ വരയ്ക്കുന്ന വരയിൽ അവർ നിൽക്കുമായിരുന്നു. അങ്ങനെ മഹാഭാരത യുദ്ധമൊക്കെ നടന്നു. 18 ദിവസത്തെ യുദ്ധമാണ്. എല്ലാവരും മരണപ്പെട്ടു. പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും ഇപ്പുറത്ത് നിൽക്കുന്നു. ദുര്യോധനൻ മാത്രം അവശേഷിച്ചു. പക്ഷേ മരണത്തിൻ്റെ തൊട്ടു മുൻപും അഭിമാനം കൈവിടാതെ നിലപാട് മാറാൻ നിന്നവനായിരുന്നു ആര്? ദുര്യോധനൻ. അതുകൊണ്ടാണ് എഴുത്തുകാരൻ എഴുതുന്നുണ്ട്, തല ഉയർത്തി ചീറുന്ന പാമ്പിനെ പോലെ ആര് നിന്നു? ദുര്യോധനൻ നിന്നു. പഞ്ചപാണ്ഡവന്മാർ അവനെ നേരിടാൻ ശ്രീകൃഷ്ണനുമായിട്ട് വന്നു. ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ലാസ്റ്റ് ചാൻസ് തരാം. ഈ 5 പേരിൽ ആരെ വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം. നീ അവരോട് അവസാനമായിട്ട് വേണോ യുദ്ധം ചെയ്തു. അവരെ പരാജയപ്പെടുത്തിയാൽ ഈ മുഴുവൻ യുദ്ധവും നീ ജയിച്ചതായിട്ട് പറയാം. ചോയ്സ് നിൻ്റേതാ. നമ്മളാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും? അതിനകത്ത് ഏറ്റവും കഴിവ് കെട്ടവനെ നോക്കി, അല്ലേ? കാരണം നമ്മുടെ ഒരു ജനറൽ സ്ട്രാറ്റജി അതാ. നമുക്ക് താഴെയുള്ളവനെ ഇടിച്ചിടാനേ നമുക്കറിയത്തുള്ളൂ. നമുക്ക് സമനായി നിൽക്കുന്നവനെ നേരിടാൻ നമുക്ക് പേടിയാണ്. നമുക്ക് ഉയർന്നവനെ തൊടാനും പേടിയാണ്. ദുര്യോധനൻ 5 പേരെ നോക്കി. മൂത്തവൻ യുധിഷ്ഠിരനാണ്. പുള്ളി ഇങ്ങനെ പ്രസംഗിക്കാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ പുള്ളിയെ കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. കാരണം ദുര്യോധനൻ ഗദായുദ്ധത്തിൽ PhD എടുത്തവനാണ്. അവനെ തോൽപ്പിക്കാൻ കഴിവുള്ളവൻ അല്ല യുധിഷ്ഠിരൻ. പുള്ളിയെ പ്രസംഗിക്കാൻ കൊള്ളാമെന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളെപ്പോലെ. രണ്ടാമത്തേത് അർജുനനാണ്. അവൻ അസ്ത്രവിദ്യയിൽ നിപുണനാണ്, പക്ഷേ ഗദായുദ്ധത്തിൽ പരാജയപ്പെടുത്താം. പക്ഷേ ദുര്യോധനൻ അർജുനനെയും തിരഞ്ഞെടുത്തില്ല. പിന്നെ അവസാനമുള്ള 2 മണവും ഗുണവും ഇല്ലാത്തതാണ്. ഞാൻ ITOയിൽ സുനിൽ പറയുന്ന പോലെ ഒരു മൊണ്ണകളാണ്. അവരെ 2 പേരെയും തിരഞ്ഞെടുത്തു. ഈ 5 പേരിൽ ദുര്യോധനന് കട്ടയ്ക്ക് നിൽക്കുന്ന ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അവൻ്റെ പേര് ഭീമൻ എന്നാണ്. അവനും ഗദായുദ്ധത്തിൽ PhD എടുത്തവനാണ്. ആണോ? മരണത്തിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ദുര്യോധനൻ തല ഉയർത്തി ചീർന്ന പാമ്പിനെ പോലെ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാം. ആരോട്? ഭീമനോട്. ഇതിൻ്റെ പേരാണ് ക്യാരക്ടർ. അതുകൊണ്ടാണ് മഹാഭാരതം വായിക്കുന്നവർക്കറിയാം, ആദ്യം സ്വർഗത്തിൽ ചെന്ന ആളുടെ പേരെന്താണെന്നറിയാമോ? ദുര്യോധനൻ. ദൈവം സ്വർഗം കൊടുത്തു. ഞാൻ പറയും, അവൻ അധർമ്മം പ്രവർത്തിച്ചത് പഞ്ചപാണ്ഡവരോടാണ്. പോകട്ടെ, മഹാഭാരതം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളാരും മെത്രാപ്പൊലീത്തയുടെ അടുക്ക പോയി പരാതിപ്പെടരുത്, അയാൾ എന്തൊക്കെയായി പറഞ്ഞു വെച്ച് പോയത്. നിങ്ങൾ സദയം ക്ഷമിക്കണം. പക്ഷെ എനിക്ക് ആ രംഗം വളരെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിലെ നിലപാടെന്താ? നോമ്പെടുക്കുമ്പോഴും ഒരു ഭക്ഷണം, ഒരു മീൻകറിയോട് പോലും നോ എന്ന് പറയാൻ നമുക്ക് പറ്റാത്തിടത്ത് നമ്മൾ വിശ്വാസികളാണോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം നമ്മിൽ നിന്ന് കണ്ടെത്തുമോ? ഇന്ന് സഭകളൊക്കെ തർക്കമാണ്. ആരാണ് ആദ്യം കേരളത്തിൽ രൂപപ്പെട്ടത്? അല്ലെ ഏറ്റവും പ്രാചീന സഭ ഏതാ? എല്ലാവരും ചരിത്രമെടുത്ത് വാളും പയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ജീവിതത്തിൽ ഒരു ഗുണവും. പക്ഷെ ഇന്നായിക്കൊള്ളട്ടെ, ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് ഒരു ക്രിസ്തീയ സാക്ഷ്യം, പ്രതിസാക്ഷ്യത്തെ മാറ്റി ഒരു സാക്ഷ്യം ഉണ്ടാകണ്ടേ? അവിടെ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളിൽ വീണ്ടും ആവർത്തിക്കാനല്ല, അതിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണ്ടേ? ജീവിതത്തിൽ ബലഹീനതകളുണ്ടാകാം, പക്ഷെ ഉയർക്കണ്ടേ, എഴുന്നേൽക്കണ്ടേ? അതുകൊണ്ടാണ് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. എന്തിനാ? ഈ ഒരു ബോധ്യത്തിലാണ്. വീണു പോകാം, പക്ഷെ അപ്പ വീണെടുത്തുനിന്ന് ഞാൻ എഴുന്നേൽക്കും.
നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു കഥയുണ്ട്, അതും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. 5 മിനിറ്റ് എടുക്കാം. സുപരിചിതമായൊരു കഥയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, മുടിയൻ പുത്രൻ്റെ കഥ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പന് 2 ആൺമക്കൾ. മുടിയൻ പുത്രൻ്റെ കഥ നിങ്ങൾക്ക് അറിയാവുന്ന ഞാനങ്ങ് വിശ്വസിക്കുക കേട്ടോ, എന്നെ വഞ്ചിക്കരുത്. മുടിയൻ പുത്രൻ്റെ കഥയിലെ അപ്പന് 2 ആൺമക്കൾ. ഇളയവൻ സ്വല്പം തരികിടയായിരുന്നു. അവൻ അതുകൊണ്ട് പറഞ്ഞു, അപ്പാ ഇനി അപ്പൻ്റെ കൂടെ നിന്നാൽ എനിക്ക് വലിയ സുഖമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കൊരു 30 ലക്ഷം രൂപ ബാങ്കിൽ കാണിച്ചേക്കാൻ പറഞ്ഞു. അപ്പൻ വീടെല്ലാം വിറ്റുപെറുക്കി അവന് 30 ലക്ഷം രൂപ ബാങ്കിൽ കാണിച്ചു. അന്ന് തൊട്ട് അവൻ ഗൂഗിൾ പേ ചെയ്യാൻ തുടങ്ങിയതാ. ചെയ്ത് കഴിക്കാവുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് സുഹൃത്തുക്കളോട് ആടിപ്പാടി DJ ഒക്കെ സംബന്ധിച്ച് അവസാനം പൈസയൊക്കെ തീർന്ന് അവൻ ഇവിടെ എത്തി, പന്നിയുടെ കൂട്ടിലെത്തി. പന്നിക്കൂട്ടിലെത്തിയ മുടിയൻ പുത്രൻ പന്നിയുടെ തവിട് കഴിച്ചപ്പോൾ ചിന്തിച്ചു, അയ്യോ ഞാൻ ഇവിടെ കിടക്കേണ്ടവനാണോ? എൻ്റെ അപ്പൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ദാസന്മാർ കഴിച്ച് ബാക്കിയുള്ളതുണ്ടെങ്കിൽ പോലും എനിക്ക് തൃപ്തിയല്ലായിരുന്നോ? അതുകൊണ്ട് അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, അവൻ മനസ്സിൽ ചിന്തിച്ചു 3 കാര്യം അപ്പനോട് പറയും. 1, അപ്പാ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. 2, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. 3, നിന്റെ കൂലിക്കാലിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ. ഇവൻ പന്നിക്കൂട്ടി കിടന്നാണ് ചിന്തിച്ചത്, ഇത് ചെന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയും. ഇതിൻ്റെ പേരാണ് അനുതാപം. ഇവൻ എഴുന്നേറ്റു. അപ്പൻ്റെ വീടിൻ്റെ വാതിൽക്ക് വന്നപ്പോൾ തന്നെ ഇവന് വേണ്ടി കാത്തിരുന്ന അപ്പൻ ഓടി വന്നുവെന്നാണ് പറഞ്ഞത്. ഓടി വന്നവനെ വട്ടം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, മുഷിഞ്ഞ വസ്ത്രം മാറ്റി, അവനെ മോതിരമിടിവിച്ചു, ചെരുപ്പിടിവിച്ചു. അതിൻ്റെ അർത്ഥം അവൻ നഷ്ടപ്പെടുത്തിയ എല്ലാ അധികാരാവകാശങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, 3 കാര്യം പറയുമെന്ന് പറഞ്ഞ് അവൻ വന്നത്. ആദ്യത്തെ 2 കാര്യം പറഞ്ഞപ്പോഴേ അപ്പം കെട്ടിപ്പിടിച്ചു. നമ്മൾ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ വിനയപ്പെട്ടാൽ, അനുദപിച്ചാൽ, നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളാണോ? ഈ കഥ പഠിപ്പിച്ച പണ്ടൊരു സൺഡേ സ്കൂളിലെ സാറ് പിള്ളേർക്കൊരു അസൈൻമെൻറ്റ് കൊടുത്തു. ഇപ്പം ഞങ്ങളുടെ സഭയിലും ഒക്കെ അസൈൻമെൻറ്റ് കൊടുക്കും, അതുകൊണ്ട് സൺഡേ സ്കൂളിൽ പിള്ളേർ കുറവാണ്. സാറ് പിള്ളേരോട് പറഞ്ഞു, മക്കളെ മുടിയൻ പുത്രൻ്റെ കഥ പഠിച്ചില്ലേ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു അസൈൻമെൻറ്റ് എഴുതണം. എന്താ അസൈൻമെൻറ്റ്? മുടിയൻ പുത്രൻ്റെ ക്ലൈമാക്സ് നിങ്ങളൊന്ന് തിരുത്തി എഴുതിക്കൊണ്ട് വരണം. അതായത് മുടിയൻ പുത്രൻ നഷ്ടപ്പെട്ടു പോയി, പന്നിക്കൂട്ടി കിടന്നു, സുബോധം വന്നു, തിരിച്ച് വീടിൻ്റെ വാതിൽക്ക് വന്നു. നിൽക്കട്ടെ, വീടിൻ്റെ വാതിൽക്ക് വന്നതിൻ്റെ ബാക്കി കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പിള്ളേർ വീട്ടിൽ ചെന്ന് A4 ഷീറ്റ് പേപ്പർ എടുത്ത് നല്ല വിസ്തരിച്ച് എഴുതി. ക്ലൈമാക്സ് എഴുതി 10 കുഞ്ഞുങ്ങളും കൊണ്ടുവന്ന് സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. സാർ ഇത് വായിച്ച് ബോധം കെട്ട് താഴെ വീണു. ഹാർട്ട് അറ്റാക്ക് വന്ന് സാറിനെ ആശുപത്രിയിലാക്കി. സാറിനെ കാണാൻ വികാരിയച്ഛൻ വന്നു. വികാരിയച്ഛൻ ചോദിച്ചു, സാറേ എന്തോ പറ്റി? അപ്പോൾ സാർ ഈ പേപ്പർ എടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അച്ഛന്മാർക്ക് ഹൃദയമില്ലാത്തത് കൊണ്ട് കല്ലുപോലെ നിന്നിട്ട് അച്ഛൻ വായിച്ചു. 1-ാമത്തെ കുഞ്ഞെഴുതി, മുടിയൻ പുത്രൻ തിരിച്ചെല്ലാം നഷ്ടപ്പെടുത്തി വീടിൻ്റെ വാതിൽക്ക് വന്നു. ദൂരെ നിന്ന് അപ്പം കണ്ടു, ഓടിച്ചെന്ന് അടിനാവിക്ക് നോക്കി മുട്ടുകാല് കയറ്റി എടുത്ത് ഒഴിവെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. 2-ാമത്തെ മകൻ എഴുതി, മുടിയൻ പുത്രനെ കണ്ട അപ്പം പറഞ്ഞു, ഇവൻ പന്നിയുടെ കൂട്ടി കിടന്നാൽ പോരാ, ഇവനെ ആ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കൂട്ടി ഒരാഴ്ച ഇടാൻ പറഞ്ഞു. 3-ാമത്തവൻ എഴുതി, ഓടി വന്ന വഴിക്ക് അവിടെ കിടന്ന് കവളം മടലെടുത്ത് അപ്പൻ അവൻ്റെ പെടലിക്ക് നോക്കി ഒരു കീച്ചു വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. ഇത് വായിച്ച് സങ്കടം തോന്നിയിട്ടാണ് സാറ് വീണത്. അച്ഛൻ പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഈ 10 കുഞ്ഞുങ്ങൾ എഴുതിയത് അവരുടെ 10 അപ്പന്മാരുടെ സ്വഭാവമാണ്, ആണോ? അവരുടെ സ്വന്തം ജീവിതത്തിലെ അപ്പന്മാരുടെ പ്രതികരണവും സ്വഭാവമാണ്. ഏതായാലും കൽദായ സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരും. ചിലപ്പം മനുഷ്യർ പുറത്തു തരണമെന്നില്ല. നമ്മൾ എത്രയൊക്കെ അവരോട് ക്ഷമ ചോദിച്ചാലും പുറത്തു തരത്തില്ല. പക്ഷെ നമുക്കേത് പ്രതിസന്ധികളിലും നമുക്ക് ക്ഷമ ചോദിച്ചാൽ, നമ്മുടെ അനുതാപം സത്യസന്ധ എങ്കിൽ, വീണിടത്ത് നിന്ന് ധൈര്യപൂർവ്വം നമ്മളെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരപ്പം നമുക്കുണ്ടോ? ഞാൻ എൻ്റെ കാലൊടിഞ്ഞ് ഇന്ന് രാവിലെ ആകപ്പാടെ പ്രതിസന്ധിയിലായി. വേദന കൊണ്ട് എനിക്കൊരു ചുവട് വെക്കാൻ പറ്റില്ല. പള്ളിയൊക്കെ വൃത്തിയാക്കി ചിത്തോലയൊക്കെ പിടിപ്പിച്ചു. പക്ഷേ ഇത്രയും നേരം നിൽക്കണ്ടേ? ഞാൻ എന്തോ ചെയ്യും? ആകപ്പാടെ വിഷമമായിപ്പോയി. ഞാൻ സ്വല്പമൊക്കെ കർത്താവുമായിട്ട് വഴക്ക് പിടിച്ചു. ഞാൻ ചോദിച്ചു, വേറെ എൻ്റെ ഒരു സ്വന്തം കാര്യത്തിന് പോയതല്ല, പള്ളി വൃത്തിയാക്കി അവസാനം വെളുപ്പിന് 2 മണിക്ക് അവസാനത്തെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കാലയിലോട്ട് വെള്ളം ചുമന്നുകൊണ്ട് വന്ന് ബക്കറ്റ് വീണ് അരഞ്ഞുപോയി. എനിക്ക് വലിയ സങ്കടമായി. രാവിലെ ഒരു അടി അനങ്ങാൻ മേലാതെ ഞാൻ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെന്നപ്പം കണ്ണിച്ചോരയില്ലാത്തൊരു നേഴ്സ് കുത്തിവെപ്പ് വന്നിട്ട് വേദന കുറഞ്ഞോന്നറിയാൻ കാലെ പിടിച്ചൊരു ഞെക്ക് വെച്ച് തന്നു. ഞാൻ വലിയ വായിൽ അപ്പാന്ന് വിളിച്ചു. എന്നെ കൊണ്ടുപോയി സെമിനാരി പഠിക്കാനുള്ള ഒരു വിദ്യാർത്ഥി എൻ്റെ കൂടെ നിൽക്കുന്നു. അവൻ ചോദിച്ചു, അച്ഛൻ ഏതപ്പനെയാണ് വിളിച്ചത്? പക്ഷെ ഞാൻ വിളിക്കുന്നത്
എൻ്റെ വേദനകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചിട്ടുള്ളത് എൻ്റെ സ്വർഗീയ അപ്പനെ. ഞാനതുകൊണ്ട് എൻ്റെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്നത്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. മനുഷ്യരോട് നമ്മൾ പലതും പറഞ്ഞാൽ അവർ ക്ഷമിക്കത്തില്ല. ചിലപ്പം നമ്മളെ ശ്രവിക്കും. അവർ ചിലപ്പം നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ ഇതിനെ വെച്ചുകൊണ്ട് നമ്മളോട് പ്രതികരിച്ചെന്ന് വന്നേക്കാം. പക്ഷെ നമുക്ക് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമുക്കൊരാളോട് പറയാം. ആരാ? ദൈവത്തോടാണ്. അവോയ്ഡ് റിപ്പീറ്റിംഗ് സിൻസ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കിട്ടിയവരാണ് നമ്മൾ ജീവിതത്തിൽ. എത്രയോ കാര്യങ്ങൾ, എത്രയോ വീഴ്ചകൾ, എത്രയോ അബദ്ധങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഇതിനെല്ലാം പൊറുതി തന്ന ദൈവമുമ്പാകെ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് ഇനിയൊരു പ്രതിജ്ഞ എടുക്കണം. ഹാസാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പം കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് പറയണം, എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളിലേക്ക് തിരികെ ഞാൻ മടങ്ങിപ്പോകത്തില്ല. എൻ്റെ പ്രസംഗം നിർത്തട്ടെ. കുറിവാക്യം നമ്മൾ വായിച്ചത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്. 5-ാം അധ്യായം 21-22 വാക്യം. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലണം. വിട്ടകലേണ്ടെന്ന് 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? എൻ്റെ ഈ വർഷത്തിലെ നോമ്പിലെ അവസാനത്തെ പ്രസംഗമാണ്. ഇനിയും പ്രസംഗത്തിന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചാകാൻ പോകുന്നല്ലോ കേട്ടോ. നോമ്പിലെ സെഷൻ തീർന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊരു അല്പം അനുഭവം കാണിക്കണം. കാല് ജീവപ്രാണൻ്റെ വേദനയോടുകൂടി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു വാക്കെങ്കിലും തിരിച്ചൊന്ന് പറയണം. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? അവോയ്ഡ് ദ മെൻറ്റാലിറ്റി ഓഫ് പ്രിഡോമിനൻസ്. മേലധികാരത്തിൻ്റെ ചെങ്കോലിനെ നീക്കണം. സ്നേഹം കൊണ്ട് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണം. അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇന്ന് എന്നെ ചുമന്നുകൊണ്ട് വന്നത് എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയ 2-3 കുഞ്ഞുങ്ങളാണ്. അവരിടം വലം നിന്ന എന്നെ കൊണ്ടുവരുന്നത്. സ്നേഹം കൊണ്ട് നേടിയ ബന്ധങ്ങൾ ചിലപ്പം നിലനിൽക്കും, പ്രതീക്ഷിക്കാത്തടത്ത് നിലനിൽക്കും. 2, അവോയ്ഡ് ഫൈറ്റ് ഫോർ പേഴ്സണൽ റൈറ്റ്സ്. സ്വന്തം അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ പ്രതിഫലം ദൈവം തരണം. രൂത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ചിന്തിച്ചു. 3-ാമത് പറഞ്ഞു അവോയ്ഡ് റിപ്പീറ്റിംഗ് സിൻസ്. ആവർത്തിച്ചു വരുന്ന പാപത്തെ ഉപേക്ഷിക്കണം. കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരിടത്തൊരു 3 കുടിയന്മാർ ഇങ്ങനെ ആടിത്തൂങ്ങി വരിക. നന്നായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ സ്റ്റാൻഡിൽ കിടക്കുക. ഈ ഡ്രൈവറുടെ അടുക്ക വന്നിട്ട് കുടിയന്മാർ പറഞ്ഞു, ഞങ്ങളെ ഇന്ന സ്ഥലത്തോട്ടൊന്ന് ആക്കണം. ഡ്രൈവർക്ക് മനസ്സിലായി ഇവന്മാർ 3 പേരും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഡ്രൈവർ പറഞ്ഞു, കയറിക്കോ. ഇവന്മാരെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രൈവർ കാറിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അന്നൊന്ന് ആക്സിലേറ്റർ ചെയ്തിട്ട് വണ്ടി ഒന്ന് എരപ്പിച്ചിട്ട് പുള്ളി അങ്ങ് വണ്ടി നിർത്തി. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, സാറേ സ്ഥലം എത്തിയെന്ന് പറഞ്ഞു. 1-ാമത്തെ കുടിയൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ഡ്രൈവിങ്. ഡ്രൈവർ വിചാരിച്ചു കാര്യമേറ്റു. 2-ാമത്തെ കുടിയൻ ഇറങ്ങിയിട്ട് ചോദിച്ചു, എത്ര രൂപയായി? ഇവന് ഇച്ചിരി കൂട്ടി പറഞ്ഞു, 3000 രൂപ. ആഹാ, അത്രേ ആയുള്ളോ? 2-ാമത്തെ കുടിയൻ പൈസ കൊടുത്തു. 3-ാമത്തെ കുടിയൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഡ്രൈവറുടെ കർണക്കുറ്റിയും കൂക്കി ഒറ്റ അടി വെച്ച് കൊടുത്തു. അപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇച്ചിരി പച്ചയായിട്ട് നിന്നവൻ ഇവൻ മാത്രം. പക്ഷേ അവൻ്റെ ബാക്കി വാചകങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സ്തംഭിച്ചു പോയി. 3-ാമത്തെ കുടിയൻ ഒരടി കൊടുത്തിട്ട് പറഞ്ഞു, മേലാൽ ഇത്ര സ്പീഡിൽ നീ ഇനി വണ്ടി. 5 ദിവസം 5 സഭയിലെ അച്ഛന്മാരും എന്ന് പ്രസംഗിച്ചു. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയും, കാണാൻ വലിയ മെനയില്ലാത്ത ഒരാൾ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. പ്രസംഗത്തിനൊടുവിൽ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ പ്രതികരണം എന്താ? ഞാൻ പറഞ്ഞു, പ്രസംഗിച്ച ഞാനും കേട്ട നിങ്ങളും ജീവിതം കൊണ്ട് ക്രിസ്തുവിന് എന്ത് മറുപടി കൊടുക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ സംഗതിയാക്കട്ടെ. ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞൊരു നന്ദി അഭിനന്ദ തിരുമനസ്സിനോട് ഹൃദയപൂർവ്വം എന്നെ കണ്ടപ്പോൾ തൊട്ട് സ്നേഹപൂർവ്വം പെരുമാറിയ പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു. വിശ്വാസികളോട് സമൂഹത്തോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.